Praise the Lord. Praise the Lord. Praise the Lord. സന്തോഷമുണ്ടെങ്കിൽ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി. If you're happy, can you praise the Lord? Hallelujah. Hallelujah. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മധ്യ തിരുവചനമായി നിൽപ്പാൻ സർവശക്തനായ ദൈവം എനിക്ക് ഒരു അവസരം കൂടെ നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. I thank God for giving me another opportunity to be amidst you and sharing the word. തീർച്ചയായിട്ടും വചനം സംസാരിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ അത് വളരെ വിലപ്പെട്ടതാണ്. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന പ്രിയ കർത്തൃദാസനോടും സഭയോടുമുള്ള ആത്മാർത്ഥമായ നന്ദി ഞാൻ അറിയിക്കുന്നു. These kind of opportunities are so important and valuable, and I really want to thank the pastors who've enabled this opportunity. ഇന്ന് രാത്രിയിൽ എത്ര പേർ വചനം കേൾക്കാൻ ഒരു കൊതിയോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്നു? How many of you are sitting here with a heart that is desiring to hear from the word of the Lord? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആഗ്രഹിക്കുന്നവരെ ദൈവം വെറുതെ വിടത്തില്ല. I always say, whoever desires God will never leave them empty. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ വചനം കേൾക്കുവല്ല, വചനം ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണം. And like I say, we've heard before, you should not just hear the word, but you need to listen and be attentive. ഒരിടത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശു അവനെ സൂക്ഷിച്ചു നോക്കി വിശ്വസിക്കാൻ സൗഖ്യമാകുവാൻ അവനിൽ വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട് അവനോട് പറയാം, മോനെ എഴുന്നേറ്റ് പോ. In one instance it says that Jesus looked at him and he understanding that he asking him that if you have the faith, why don't you step out of your place and go. ഇന്ന് രാത്രി അവൻ ചിലരെ നോക്കുന്നുണ്ട്, എത്ര പേർ കേൾക്കാൻ താല്പര്യത്തോടായിരിക്കും. Tonight Jesus is looking at some of you. How many of you are willing to listen? അവൻ നോക്കുന്ന എത്ര പേർ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. He looks at this, that how many of you are desiring for a transformation, a change. അവൻ നോക്കുന്ന എത്ര പേർ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കണം. He looks at people who are looking for a change in their lives. വചനം എവിടെ പ്രസംഗിച്ചോ അവിടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. Wherever the word is being preached, there has been changes in that place. ഇന്ന് രാത്രിയിലും അതേ അത്ഭുതം ഇവിടെയും സംഭവിച്ചിരിക്കും. And tonight the same kind of miracle and wonders will happen in this place. വചനം പ്രസംഗിക്കുന്ന ആളുടെ കഴിവിലോ അവരിൽ വ്യാപരിക്കുന്ന കൃപയിലോ അല്ല, വചനം എഴുതിയ അതിന്റെ ഉടമസ്ഥന്റെ ശക്തിയാണ് ഇതിനകത്ത് വ്യാപരിക്കുന്നത്. It is not the person who preaches the word or the grace that's upon the person, but it's the source that's written the word of God. പലപ്പോഴും ഒരു സ്പെഷ്യൽ preacher ഉള്ളപ്പോൾ നാം ഒരു പ്രത്യേക ആഗ്രഹത്തോടെ മീറ്റിംഗിന് പോകാറുണ്ടല്ലേ? Sometimes when we have a special preacher, we do come with a very special interest. ഒരു കൃപാവര പ്രാപ്തനായ ദൈവദാസൻ ഒരു മീറ്റിംഗിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹത്തോടെ ഓടാറുണ്ടല്ലേ? When we know that there's a very special meeting of gifts and grace, we do come with a special interest. പക്ഷേ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയട്ടെ, അവരിൽ വ്യാപരിക്കുന്ന അതേ ദൈവത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. But tonight let me remind you, the same power of the Spirit of the Lord that's upon them is moving in this place. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രിയിൽ സഭയ്ക്കകത്ത് ഒഴുകുന്നുണ്ട്. Hallelujah. തുരാമന ശാന്താരാധന തുരാമന ഹന്തൽക്കമന. ചില നിമിഷങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ പോരാടാൻ തയ്യാറായാൽ അസാധാരണമായ ദൈവപ്രവൃത്തി ഇതിനകത്ത് അവൻ അഴിച്ചുവിടും. ഉടാമന ഹന്തൽക്കമന വൈഷപ്രബാലക ദിഗൽക്കമന സാന്താരാധന. ഇന്ന് രാത്രി കയറി വന്നതുപോലെ ഇതിനകത്തുനിന്ന് ഇറങ്ങി പോകത്തില്ല. ഉടാമന ഹദ രഗൽ കമന ശാന്താരാധന തുരാമന ശാന്തൽ കമന വൈഷപ്രബാദൽ കമന സാന്താരാധന. ഇന്ന് രാത്രി ചില മിനിറ്റുകൾ അന്യഭാഷകളിൽ ഒന്ന് സ്തുതിച്ചു തുടയാൻ നിങ്ങൾ തയ്യാറായാൽ ഈ അന്തരീക്ഷം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാ. ഇന്ന് രാത്രിയിൽ വചന ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന സകല പോരുകളും നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അതിനെ ശാസിച്ചതിന്മേൽ ജയമെടുക്കുകയാ. ഈ വചനത്തിനകത്ത് എന്തെല്ലാം ശക്തിയുണ്ടോ, ഈ വചനത്തിനകത്ത് എന്തെല്ലാം അത്ഭുതങ്ങളുണ്ടോ, അത് മുഴുവൻ ഇവിടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സംഭവിക്കട്ടെ. അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ ഇതിനകത്ത് ഒഴുകട്ടെ. ഇന്ന് രാത്രി നിരാശകൾ വചനത്തിന് അടിയറവ് പറയട്ടെ. സകല സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനത്തിന്റെ മുന്നിൽ കീഴടങ്ങുകയാ. എന്റെ ജനത്തെ വിട്ടേക്കെന്ന് ഫറവോനോട് പറഞ്ഞപ്പോൾ അവന്റെ കൊട്ടാരത്തിനകത്തൊരു വ്യാപരിച്ച ദൈവശക്തിയുണ്ട്. അതേ ശക്തി ഇതിനകത്ത് ഒഴുകുകയാ. ഇന്ന് രാത്രിയിൽ എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുക. ഈ ദേശത്തിൽ വ്യാപരിക്കുന്ന സകല അന്ധകാരത്തിന്റെ പോരുകൾ ആരാധനയ്ക്ക് വിരുദ്ധമായി, ദൈവജനം പൊട്ടി പുറപ്പെടുന്നതിന് തടസ്സമായി, ഉയർച്ച പ്രാപിക്കുന്നതിന് തടസ്സമായി, സഭ വളരുന്നതിന് തടസ്സമായി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുന്ന സകല പോരുകളും ശമന ഹദരഘടകലക സാന്താൽക്കമന വാചനത്തിന്റെ ശക്തിയാൽ ഈ പ്രാരംഭ നിമിഷം തന്നെ അണിഞ്ഞു മാറുകയാണ്.
വചനം ഇന്ന് രാത്രിയിൽ തൊടും. The word will touch you tonight. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗമുണ്ട്. എനിക്കറിയാം നിങ്ങൾക്കിപ്പോൾ അത് മനഃപ്പാഠമായിട്ടുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ അത് പതിഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, abide in him. Over the past few weeks, we've been pondering on this subject that is abiding in him, and I'm sure you're very familiar, and by now you know the whole gist. ഇന്ന് രാത്രിയിൽ നിങ്ങൾ വിചാരിച്ചായിരിക്കും ഇതുവരെ കഴിഞ്ഞില്ലേ, ഇനി അതാണോ പ്രസംഗിക്കാൻ You പോകുന്നത്? might be thinking, isn't that topic over yet? Are we also going over it again? പാസ്റ്റർ എന്നോട് പറഞ്ഞില്ലേ ഇതേ വിഷയം സംസാരിക്കണത്, പക്ഷേ ഞാനൊരു മറ്റൊരു വിഷയം തുടങ്ങാമെന്ന് വിചാരിച്ച് അത് പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവിനെ ഈ ഒരു വചനത്തിലോട്ട് കണക്ട് ചെയ്തു. The Holy Spirit led me back into this topic as I was praying over this. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, വചനം എത്ര കുഴിച്ചാലും 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 അതിനകത്ത് ഇങ്ങനെ ഉറവ വന്നുകൊണ്ടേയിരിക്കും. And I realized that how much ever you dig in deeper, there's still going to be fountain of water that's going to come. 1000 അല്ല 10000 പേര് ഇത് പ്രസംഗിച്ചാലും അതിനകത്തുനിന്ന് ഒരു പുതിയ ദൂത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കും. Even if 10,000 people preach on the same thing, there'll be a new revelation that comes out of that word. ഇന്ന് രാത്രിയിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, പ്രാർത്ഥനയോടെ I request you to be with a prayerful attitude tonight. എല്ലാ കണ്ണുകളും ഒരു 2 സെക്കൻഡ് കർത്തൃസന്നിധിയിൽ അടച്ചാട്ടെ. Can you all close your eyes? എന്നോട് പറ, അപ്പാ എൻ്റെ കൂടെ അങ്ങ് വരണം. Say to him, Lord, would you come with me? അങ്ങ് വസിക്കണം. Can you abide in me? എനിക്ക് അങ്ങയിൽ വസിക്കാൻ താല്പര്യമുണ്ട്. I want to abide in you, Lord. കർത്താവ് വസിച്ചാൽ സിറ്റുവേഷൻസ് മാറും. If Jesus dwells in us, our situations will change. കർത്താവ് വസിച്ചാൽ നമ്മളിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. If Jesus dwells, there'll be changes in us. ഓടി ഒളിച്ച് ഒത്തിരി പേര് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ട്. Many people are listening to me in various situations. പലരും പറയുന്നുണ്ട് എനിക്കിനി മടങ്ങി വരാൻ ഒരു യോഗ്യതയില്ല. Many people are saying about their unworthiness. പക്ഷേ യേശു പറയുക, ഞാൻ നിന്നെ തേടി വരും. But Jesus says, I'm coming looking for you. മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിൻ മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. നീയേ എൻ ജീവനും പ്രാണനും നീയേ, എൻ്റെ എല്ലാം എല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീയേ, എൻ്റെ എല്ലാം എല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീയേ, എൻ്റെ എല്ലാം എല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീയേ. നിൻ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നിൻ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എൻ്റെ എല്ലാം എല്ലാം നീയേ.
എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിൻ മാർവോടു ചേരട്ടെ അവനിലൊന്ന് അവന്റെ മാറിലൊന്ന് ചാരാം, അവന്റെ വചനത്തിലൊന്ന് ചേരാം, അവന്റെ ഇഷ്ടത്തിലോട്ടൊന്ന് അലഞ്ഞു ചേരാം, അവന്റെ സ്വപ്നത്തിലേക്കൊന്ന് ജോയിൻ ചെയ്യാം. അവന്റെ സ്വപ്നത്തോട് ഇന്ന് രാത്രി ഒന്ന് കണക്റ്റഡ് ആകട്ടെ, അവന്റെ വചനത്തോട് ഇന്ന് രാത്രി ഒന്ന് അബൈഡ് ചെയ്യട്ടെ, അവന്റെ സ്നേഹത്തിൽ ഇന്ന് രാത്രി ഒന്ന് അബൈഡ് ചെയ്യട്ടെ. യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഒരു നിമിഷം എല്ലാ കണ്ണുകൾ കർത്തൃസന്നിധിയിൽ നടച്ചു. അവനോട് പറ, ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണം. എൻ്റെ അടുത്തുള്ള മിനിറ്റുകൾ വേസ്റ്റ് ആക്കരുത്, എന്നോട് ഇന്ന് സംസാരിക്കണം. എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. മറ്റാരോടും സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല, ബട്ട് എന്നോട് ഇന്ന് സംസാരിക്കണം, എന്നോടൊന്ന് സംസാരിക്കണം. വായുകളെ തുറന്നൊന്ന് പറഞ്ഞാട്ടെ, എല്ലാ മുൻവിധികളും ഒന്ന് മാറ്റിയാട്ടെ. നിങ്ങളുടെ എല്ലാ മുൻവിധികളും, നമ്മുടെ എല്ലാ മുൻവിധികളും ഒന്ന് മാറ്റിയാട്ടെ. ഇന്ന് രാത്രി ഹി ഈസ് ഗോണ ഡു സംതിങ് ന്യൂ. അവൻ പുതിയത് ഇന്ന് രാത്രി ചെയ്യും. ഈസ് ഗോണ സ്പീക്ക് സംതിങ് ന്യൂ. ഇന്ന് രാത്രി അവൻ പുതിയത് പകരും. ഇന്ന് രാത്രി ഡെഫിനറ്റ്ലി ഹി ഈസ് ഗോണ സ്പീക്ക് ടു യു. നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുക. തുടർന്ന് വചനം സംസാരിക്കുമ്പോൾ അങ്ങയുടെ മക്കളോട് ദൈവാത്മാവ് സംസാരിക്കണം, അങ്ങയുടെ ശബ്ദം കേൾപ്പിക്കണം. പറയേണ്ടാത്തതൊന്നും ഇടെന്ന് പറയല്ലേ അപ്പാ, പക്ഷെ അങ്ങേക്ക് പറയേണ്ടതൊന്നും മറഞ്ഞു പോകരുത്. ദൈവാത്മാവ് സംസാരിക്കുന്നത് ഓർത്ത് നന്ദി. ഇതിനകത്ത് ദൈവം മിറക്കിൾസ് ചെയ്യുന്നത് ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മൾ ചിന്തിച്ചു വന്ന ആ സന്ദേശത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്നും കൂടെ കണക്ട് ചെയ്യുക. Abide in God. ക്രിസ്തുവിൽ വസിക്കുക. So the Spirit of the Lord is connecting us back to that topic, abide in Christ. ലാസ്റ്റിൽ ഈ സന്ദേശത്തിൽ നിന്ന് എനിക്ക് പ്രസംഗിക്കാൻ കിട്ടിയപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു വെളിപ്പാട് ആ മീറ്റിംഗിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. Abide in him. ക്രിസ്തുവിൽ വസിക്കുക, യേശുവിൽ വസിക്കുക. അവൻ നിങ്ങളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊറ്റ വാക്കിൽ ഞാനൊരു ഡെഫിനിഷൻ കൊടുത്തിരുന്നു. ഇറ്റ്സ് എസ്റ്റാബ്ലിഷിംഗ് ഗോഡ്സ് കിങ്ഡം. ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുക, അതാണ് ക്രിസ്തുവിൽ വസിക്കുക, അവൻ നിങ്ങളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ. Last time when I spoke about abiding in him, that essentially led me to this revelation that God gave me, that abiding in him means God establishing his kingdom through you. ഞാൻ വിചാരിക്കുന്നു നിങ്ങളിൽ പലരും ആ സന്ദേശം ഓർക്കുന്നുണ്ടാകും. I'm sure many of you recollect that message. പക്ഷെങ്കിൽ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്, കഴിഞ്ഞ ആഴ്ചയിൽ ഇതൊന്നും അറിയാത്തൊരു പാസ്റ്റർ ഇവിടെ നിന്ന് ഇതേ കാര്യം സംസാരിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. പരിശുദ്ധാത്മ എവിടെയൊക്കെയോ കണക്ട് ചെയ്യുന്നു. And last week when the pastor came and preached about this, I was really
completely, shocked because the way that Holy Spirit connected these sermons നിങ്ങൾ together. അവിടെ ശ്രദ്ധിച്ചുകൊണ്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞത് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുക എന്നുള്ള വിഷയത്തെ കുറിച്ചായിരുന്നു. He emphasized mainly on the part that establishing the kingdom of God in earth. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു, ഇവിടെ നിന്ന് സംസാരിക്കുന്ന ദൈവദാസൻ ആരുമായിക്കോട്ടെ, പക്ഷേ ശുശ്രൂഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. One thing you need to realize, whoever might be on the stage, it's the Spirit of the Lord that's ministering to you. ഒരുപക്ഷെ നിങ്ങൾ ഒരു വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഈ വചനത്തോട് നീതി പുലർത്തിയാൽ, ഇതിനകത്ത് ഏറ്റെടുത്താൽ, അസാധാരണമായ ദൈവപ്രവൃത്തി ഇതിനകത്തൂടെ വ്യാപരിച്ചിരിക്കും. Many of you might not accept me as a person, but if you accept the word of the Lord, the transformation will happen, the move of the Spirit will be in your life. കാരണം വചനം എഴുതി അതേ പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. Because the same Spirit has written the word is speaking to you. എന്റെ ദൗത്യം ഈ വചനത്തിന് ശബ്ദം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. My responsibility is to be a voice to this word. പക്ഷേ ഇന്ന് രാത്രി പരിവർത്തിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. But tonight the one who is doing the transformation is the Spirit of the Lord. ദൈവാത്മാവ് ഇറങ്ങിയാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. There will be miracles and transformations. ദൈവാത്മാവ് ഇറങ്ങിയാൽ അവിടെ വിടുതലുകൾ If the സംഭവിച്ചിരിക്കും. Spirit of the Lord comes down, there will be healing. ദൈവാത്മാവ് ഇറങ്ങിയാൽ അവിടെ ചേഞ്ചസ് If the സംഭവിച്ചിരിക്കും. Spirit of the Lord comes down, there is going to be a change. രാത്രി ഒരിക്കൽ കൂടെ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. For those who believe, the power that transforms and moves for them. ദൈവരാജ്യം ഇറങ്ങിയാൽ അവിടെ രോഗശാന്തി സംഭവിച്ചിരിക്കും. If the kingdom of heaven comes down, there is going to be healing. ദൈവരാജ്യം ഇറങ്ങിയാൽ അവിടെ ഭൂതങ്ങൾ പോയിരിക്കും. If the kingdom of God comes down, the devils will flee. ഭൂതത്തെ ഓടിക്കുന്നത് കൊണ്ടല്ല ദൈവരാജ്യം വെളിപ്പെടുന്നത്. It's not because the demons flee, that's രോഗസൗഖ്യം നടക്കുമ്പോഴല്ല ദൈവരാജ്യം വരുന്നത്. the kingdom of God is not revealed when healing happens. ദൈവരാജ്യം വെളിപ്പെടുമ്പോൾ അവിടെ അത്ഭുതം It's സംഭവിച്ചിരിക്കും. when the kingdom of God is revealed, that's when the healings happen. ഇന്ന് രാത്രി അതേ മാനിഫെസ്റ്റേഷൻ ഇവിടെ വെളിപ്പെടുകയാ. That same manifestation is going to be revealed here tonight. ചില നിമിഷങ്ങൾ അവന്റെ ആത്മാവിനോടൊന്ന് പ്രതികരിച്ചാട്ടെ. Hallelujah. Can you respond to that in your spirit? വചനത്തിലുള്ള അത്ഭുതങ്ങൾ അതേപോലെ ഇതിനകത്ത് സംഭവിക്കട്ടെ. Hallelujah. The same miracles that happened in the word, may that happen tonight. ദൈവരാജ്യത്തിന് ചിലരെ സ്വതന്ത്രമാക്കുവാൻ കഴിയും. ദൈവരാജ്യത്തിന് ബന്ധനമില്ല. ദൈവരാജ്യത്തിന് ബന്ധനമില്ല. There is no bondage in the kingdom of God. അന്ന് പറഞ്ഞിരുന്നു, ഒരു രാജ്യമുണ്ടെങ്കിൽ അവിടെ ഒരു രാജാവുണ്ട്. We spoke that if there is a kingdom, there is a king. ദൈവരാജ്യത്തിന് ഒരു രാജാവുണ്ട്. The kingdom of God has as a king. അത് മറ്റാരുമല്ല, അത് ദൈവരാജ്യം സ്ഥാപിച്ച അതേ ദൈവം തന്നെയാണ്. It's the same God that established the kingdom. That's God. നിങ്ങൾക്കറിയാം, ഒരു രാജ്യത്തിന്റെ ഒരു രാജാവോ ഒരു ലീഡറോ ഒരു സ്ഥലത്ത് വരുവാണെങ്കിൽ അദ്ദേഹം വരുന്നത് അവിടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ടല്ല, അദ്ദേഹം വരുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഉണ്ടാകും. A leader of a place does not visit a place because there is security, but when the person comes there, the security is already established. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരു രാജാവ് ഒരു ലീഡർ ഒരു സ്ഥലത്ത് വന്നാൽ അദ്ദേഹം വരുന്നത് അവിടെ ഫെസിലിറ്റി ഉള്ളതുകൊണ്ടല്ല, അദ്ദേഹം വരുമ്പോൾ അവിടെ ഫെസിലിറ്റി വരും. It's not because there's a facility or there's security in that place that the king comes to that place, but it's because it's already there when that person comes with it. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ദൈവരാജ്യം ഒരിടത്ത് സ്ഥാപിച്ചാൽ അവിടെ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി സംഭവിച്ചിരിക്കും. The Spirit of the Lord says if the kingdom of God is established, the work of the Spirit will happen in that place. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് രാത്രി നീ തൂതൊന്ന് മനസ്സിലാക്കിയാൽ അസാധാരണമായ ദൈവപ്രവൃത്തി ലൈഫിൽ സംഭവിച്ചിരിക്കും. If you're able to receive this word, there's going to be a supernatural work in your life tonight. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ താമസിക്കുന്ന ഈ ടൊറന്റോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗെയിം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഫിഫ വേൾഡ് കപ്പ്. You all know, you're aware of the fact that the most important tournament in the world, the FIFA World Cup, is happening here in Toronto. ഞാൻ യാദൃച്ഛിക ഒരു ദിവസം ഡൗൺ ടൗണിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ജർമ്മനിയുടെ ടീമിന്റെ ഒരു ബസ് എന്റെ പുറകിൽ കൂടെ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. It happened to be so that I was driving through the downtown and I see a team Germany's bus moving through that place. എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു, ഫ്രണ്ടിലെല്ലാം റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്റെ കാർ ഫസ്റ്റിലെ എന്റെ തൊട്ട് പുറകിൽ പോലീസ് വണ്ടി, അതിന്റെ പുറകിൽ ജർമ്മനിയുടെ ബസ്. And I see there's a lot of barricades and blockades in the whole street. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് അത്ഭുതമായി തോന്നുന്നു. ഞാൻ ആ ബസ്സിന് എസ്കോർട്ട് കൊടുത്തു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. I just felt that as if I am escorting that particular bus because I was right behind the bus. അതല്ല
അതല്ല എൻ്റെ അവിടുത്തെ വിഷയം. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ കണ്ടൊരു കാര്യം, 3-4 ബൈക്കുകളിൽ പോലീസ് എസ്കോർട്ട് പോകുന്നു, അതിന് പുറകിൽ പോലീസ് കാറുകൾ പുറകെ പോകുന്നു, റോഡെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഒരു ടീം വന്നപ്പോൾ എന്തോ ഒരു സെക്യൂരിറ്റിയാണ് ഒരു സിറ്റി ഒരു ടീമിന് വേണ്ടി കൊടുക്കുന്നത്. You need to understand the fact that the kind of security that the city gives them is where you have couple of policemen on the bikes, and then you have policemen on the cars, all following this particular team. ജർമ്മനി ടീം അവിടെ വന്നത് ഇത്ര സെക്യൂരിറ്റി അവിടെ ഉണ്ട് എന്നുള്ള കാരണത്താലല്ല. The team Germany did not come to this city because there was so much security for them. കാരണം ഒരു രാജ്യം അത് ഹോസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് എന്തൊക്കെ കൊടുക്കണം ആ ഫെസിലിറ്റി മുഴുവൻ ആ രാജ്യം ആ ഒരു മറ്റൊരു കളി ഗ്രൂപ്പിന് വേണ്ടി ഒരു രാജ്യത്തിന് വേണ്ടി ഒരുക്കി കൊടുത്തിരുന്നു. Because when Canada hosts that particular World Cup, they should be prepared with every security that's available. ഇന്ന് രാത്രി നിന്നോട് ഞാൻ പറഞ്ഞോട്ടെ, നീ ദൈവത്തെ ഒന്ന് ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം തന്നെ മഹത്വത്തിനൊത്തവണ്ണം ചിലതൊക്കെ നിനക്ക് വേണ്ടി അവിടെ ഇറക്കും. If you are willing to host Jesus, God with all his riches and glory will be able to deliver for you. നീ സെക്യൂരിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, സെക്യൂരിറ്റി നിന്റെ പുറകെ വന്നോളും. You don't have to pray for security, that security will follow you. നീ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും. You don't have to pray for goodness and mercy, that will follow your life. അതുകൊണ്ടാ പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ഇതോടുകൂടി ഇതൊക്കെ നിനക്ക് തരാം. That's why it said, seek ye first the kingdom of God, and all these things will be added unto it. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കേണ്ടത് ആ നന്മയ്ക്കല്ല, നീ പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങയുടെ രാജ്യം എന്നിൽ സ്ഥാപിതമാകണം. Tonight you should not be praying for that goodness, but you should be praying for God to establish his kingdom in your life. ഇന്ന് രാത്രി സഭയിൽ ആള് വരാൻ നീ പ്രാർത്ഥിച്ചില്ലാലും പ്രാർത്ഥിക്കുക, ഇതിനകത്ത് ദൈവത്തെ എനിക്ക് ഹോസ്റ്റ് ചെയ്യണം. Tonight don't pray for more people in the church, but rather pray that you may be able to host his presence. ദൈവത്തെ ഹോസ്റ്റ് ചെയ്തതിനകത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. If you are able to host him, the miracles will happen in your life. ദൈവത്തെ ഹോസ്റ്റ് ചെയ്തതിനകത്ത് അടയാളങ്ങൾ സംഭവിച്ചിരിക്കും. If you host his presence, you will see miracles and signs and wonders. ആളുകൾ ഇതിനകത്ത് പറന്നു കയറും. People will flock into this place. നീ ആരെ ക്ഷണിക്കണ്ട, just receive the God. You do not need to invite people, but only thing you need to do is receive. നീ അവനെ ഒന്ന് ഹോസ്റ്റ് ചെയ്താൽ മതി, ഇതൊക്കെ പുറകെ വന്നോളും. Can you host the presence of the Lord, and everything else will be added unto it? അത്ഭുതങ്ങൾ സംഭവിച്ചാൽ അവിടെ ആളുകൾ ഓടിക്കൂടിയിരിക്കും. If there are wonders, people will flock into that. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ അവിടെ ആളുകൾ താനെ വന്നിരിക്കും. If there are wonders happening, people will come there നീ automatically. അത്ഭുതം നടക്കാൻ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങയുടെ സാന്നിധ്യത്തെ എനിക്കത് ഹോസ്റ്റ് ചെയ്യണം. Do not pray for miracles to happen. Pray that you may be able to host his presence. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ കുടുംബത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഒന്ന് ഹോസ്റ്റ് ചെയ്യണം. Can you pray, Lord, can you come and dwell in my family? Hallelujah. പലപ്പോഴും നന്മ കിട്ടാൻ വേണ്ടി ഒരുപാട് നാം ഉപവസിക്കാറുണ്ട്. Many a times we take fasting to be blessed. അത് തെറ്റാണെന്നല്ല പറയുന്നത്. I'm not saying it is wrong. ജോലി കിട്ടാൻ നാം ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. We pray a lot to receive to get a job. ആരുടെയെങ്കിലും ഒക്കെ ഫേവർ കിട്ടാൻ, കരുണ കിട്ടാൻ പ്രാർത്ഥിക്കാറുണ്ട്. Many times we pray to get favor from some person. ഇന്റർവ്യൂവിന് മുന്നേ നാം പോകുമ്പോൾ പറയാറില്ലേ, ദൈവമേ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ ഉള്ളത്തോടെ നടപടനെ, എന്നോട് കരുണ തോന്നാനുള്ള കൃപ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ലേ? For instance, when we go for interviews, we've always prayed that God, would you speak to the person who's taking my interview? അതൊന്നും തെറ്റല്ല. പക്ഷെ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങേ ഒന്ന് ഞാൻ ഹോസ്റ്റ് ചെയ്യാനുള്ള കൃപ എനിക്ക് തരണം. അങ്ങനെ ചെയ്താൽ ഇതൊക്കെ നിനക്ക് തന്നെ വരും. നിനക്ക് ഫേവറുകൾ കിട്ടേണ്ട മേഖലകൾ നിനക്ക് അവൻ ഫേവർ തന്നിരിക്കും. നിനക്ക് നന്മ വരേണ്ട മേഖലകളിൽ അവനത് തന്നിരിക്കും. കാരണം അതിനെ തടയുവാൻ, ദൈവരാജ്യത്തെ തടയുവാൻ ഒരു ദുഷ്ട വ്യാപാര ശക്തികൾക്കും കഴിയില്ല. ദൈവരാജ്യത്തെ തടയുവാൻ ഒരു ദുഷ്ട വ്യാപാര ശക്തിക്കും കഴിയുകയില്ല. Amen. എൻ്റെ സന്ദേശത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു കോറിലോട്ട് ഞാൻ കയറുക. I'm getting into the core of my message. യേശു ശിഷ്യന്മാരോട് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് എന്നിൽ വസിക്കണം, എൻ്റെ സ്നേഹത്തിൽ വസിക്കണം, എൻ്റെ വചനത്തിൽ വസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ഒരു കൺക്ലൂഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. Jesus in this paragraph where he says that you should abide in me and I in you, and then he also explains why you should abide in me like that. നമുക്കറിയാം, വീട്ടിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ ഒരു അരമണിക്കൂർ വഴക്ക് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അടിയൊക്കെ തന്നിട്ട് അവസാനം ഒരു കൺക്ലൂഷനുണ്ട്, എന്ത് ചെയ്യണം അല്ലെ എന്തിനാണ് ഈ അടി കിട്ടിയെന്ന്. Sometimes when you're home,
when you do some mischievous things, and you might get spanked, and then there's a small conclusion why you are sort of being punished for that particular mistake. ലാസ്റ്റ് പറയുന്നത് ഇങ്ങനെ ചെയ്താൽ നല്ല അടി ഇനിയും കിട്ടും, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യല്ലേ. And towards the end of that conversation, you always say that if you do like this, you will definitely be punished again. അപ്പോൾ ലാസ്റ്റ് പറയുന്ന 2-3 സെന്റൻസിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. So the last 2-3 sentences definitely mean something important. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 15 യേശു അബൈഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് 11 വാക്യത്തിൽ എത്തുമ്പോൾ യേശു അതിന്റെ ഒരു മിസ്റ്ററി, ഒരു രഹസ്യം അവിടെ പറയുന്നുണ്ട്. So as Jesus says to abide in him, and as we move into verse 11, he says a mystery behind that particular നിങ്ങൾക്ക് verse. വായിക്കാൻ പറ്റുമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം അതിന്റെ 11 വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം അതിന്റെ 11 വാക്യം. Can you read John 15 verses 11? I have told you these things so that you will be filled with my joy. Yes, your joy will overflow. എന്തിനാ മോനെ, എന്തിനാ മോളെ എന്നിൽ വസിക്കേണ്ടത്? എന്തിനാണ് എൻ്റെ വചനം നിങ്ങളിൽ വസിക്കേണ്ടത്? Dear beloved, why do you think is the reason why you should abide in God and His Word to be abiding in you? ഒരു പ്രസിദ്ധമായ പരസ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? കേട്ടിട്ടുണ്ടോ? You might have seen this famous ad which says that who doesn't desire joy or happiness? അപ്പം സന്തോഷം ആഗ്രഹിക്കാത്ത ആൾക്കാര് എന്താ വളരെ കുറവായിരിക്കാം. People who do not look forward for happiness or joy is very less in fact. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ, ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് വന്നപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷമല്ലേ? Man, let me just genuinely ask you, aren't we all looking for that kind of happiness here even when we came here tonight? കർത്താവിനെ ഒന്ന് സന്തോഷിപ്പിക്കാം, അല്ലെങ്കിൽ ലീഡേഴ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സന്തോഷമൊക്കെ പങ്കിട്ടിട്ട് അങ്ങ് പോകാം. ഒരു സന്തോഷം ആഗ്രഹിക്കുന്നില്ലേ? Maybe we can make God happy, we can make our pastors happy, looking at each other we can make everybody happy. Isn't that something that we've come here for? അപ്പം ആ സന്തോഷം അല്ല ഇവിടെ പറയുന്നത്. It's not that kind of happiness that's being spoken here. അപ്പം എന്നോട് ചോദിക്കും, അതെന്താ അങ്ങനെ മനസ്സിലായി ആ സന്തോഷമല്ല ഇവിടെ പറയുന്നത്? Now you might ask me, why isn't that happiness referred to here? റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതി വരുമ്പോൾ പറഞ്ഞു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. In Romans, Paul says, for the kingdom of God is not a matter of eating and drinking, but of righteousness and peace and joy in the Holy Spirit. അവിടെ പറയുന്നത് ഏതെങ്കിലും റിച്വൽസ് അല്ല ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ, അതിനപ്പുറമായി ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ ലഭിക്കുന്ന സന്തോഷവുമാണ്. It emphasizes on the fact that it's the righteousness and peace and joy in the Holy Spirit, which is what the kingdom of God is all about. ഇന്ന് രാത്രി ലൈഫിൽ ഒരു സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരിടത്തുനിന്ന് അത് ലഭിക്കില്ല. You have to host the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. If you're willing and if you're desiring to have that joy in your life, you should be able to host the presence of the Lord in your life. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ഒരു 5 മിനിറ്റ് ഞാൻ വളരെ ശാന്തമായിട്ട് നിൽക്കുമ്പോൾ എന്നോടൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. I'd urge you to just be very attentive to this very critical part of what I'm trying to say here. നമ്മൾ സന്തോഷത്തിന് പൊതുവെ കൊടുക്കുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, സന്തോഷം. അതാണ് കൂടുതലും ട്രാൻസ്ലേഷനിൽ നാം വചനത്തിൽ കാണുന്നത്. We usually define joy as happiness in most cases. സന്തോഷം തിരുവചനാടിസ്ഥാനത്തിൽ പഠിച്ചാൽ 2 വാക്കുകളാണ് പ്രധാനപ്പെട്ടതുള്ളത്. One is happiness, other one is joy. The word clearly distinguishes between joy and happiness. Happiness എന്ന് പറഞ്ഞാൽ സന്തോഷം, joy എന്ന് പറഞ്ഞാൽ ആനന്ദം. Happiness means ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാകും. എനിക്കറിയാം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടുണ്ട്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ലഭിക്കുന്ന, ഡെഫിനിഷൻ വൈസ് പറഞ്ഞാൽ, ഇറ്റ്സ് എ ഫ്ലീറ്റിംഗ് എക്സ്റ്റേണൽ ഇമോഷൻ ട്രിഗർഡ് ബൈ ഗുഡ് സർക്കംസ്റ്റാൻസസ്. വ്യക്തമായല്ലോ? അപ്പം താൽക്കാലികമായിട്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസിന് പറയുന്ന പേരാണ് happiness. Happiness is basically defined as a temporary emotion, that feeling that we get. നിങ്ങൾ ഒരു നല്ല ഐസ്ക്രീം കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും. If you eat a good ice cream, you'll definitely be happy.
നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടിയാൽ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. If you're well employed, you'll definitely have a certain kind of happiness. നിങ്ങളോട് ഒരാൾ നല്ലപോലെ ഒന്ന് ട്രീറ്റ് ചെയ്താൽ നമുക്കൊരു സന്തോഷം If ഉണ്ടാവും. somebody treats you really well, you will have a kind of happiness. നമ്മളെ കുറിച്ച് ഒരു രണ്ട് വാക്ക് നല്ലത് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. If they say good things about you, you will have a certain kind of happiness. ഇതൊക്കെ നമ്മുടെ എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസുമായിട്ട് ബന്ധപ്പെട്ട And കാര്യങ്ങളാണ്. these things are connected to the external factors of our life. എന്നാൽ ജോയ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണലി കിട്ടുന്നതൊന്നല്ല. But what joy is, it's not essentially what we get from the outer world. അതിനെ ഞാൻ ഒന്ന് ഡിഫൈൻ ചെയ്താൽ ഇറ്റ്സ് എ ഡീപ്പർ എൻഡ്യൂറിംഗ് സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ആൻഡ് കണ്ടന്റ്മെന്റ് ദാറ്റ് കംസ് ഫ്രം വിതിൻ. എന്ന് വെച്ചാൽ നമ്മുടെ അകത്തുനിന്ന് നിലനിൽക്കുന്ന ഒരു പുറത്തു വരുന്ന മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതും മാറാത്തതുമായ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ജോയ്. It's a kind of a state that comes from within yourself, that is completely sustaining and that does not get affected by the external conditions. എന്നാൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. പക്ഷെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ വളർത്തിയെടുക്കുന്ന ഒന്നാണ്. If you look at it, happiness comes to us, but joy in this case is something that grows out of us and grows within us. ഒന്നും കൂടെ ഞാൻ പറയാം, ഹാപ്പിനെസ് നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ്. പക്ഷെ ജോയ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന ഒരു അനുഭവമാണ്. Let me explain it again. Happiness is something that comes towards us, but joy is something that you have to nurture and you have to grow it over time. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ ഒരു നന്മ ലഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ എളുപ്പമാണ്. നമുക്കൊരു പ്രൊമോഷൻ കിട്ടുമ്പോൾ ഇവിടെ വന്ന് ആരാധിക്കാൻ എളുപ്പമാണ്. ഒരു പുതിയ കാർ മേടിക്കുമ്പോൾ ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കാൻ എളുപ്പമാണ്. നമുക്കൊരു പുതിയ വീട് ലഭിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ എളുപ്പമാണ്. പക്ഷെ സാഹചര്യങ്ങൾ സകലതും തകിടം മറിയുമ്പോൾ, പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു, നിനക്ക് ദൈവത്തെ അതുപോലെ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? Do you have a joy? It's very easy to praise God and thank God when you get a lot of blessings in your life, when you're promoted, when you receive a new car and so on and so forth. But are you able to still be in that happiness, in that joy when things are not going your way? And praise God. ഒരുപാട് നമ്മുടെ പരീക്ഷ എഴുതിട്ട് തോറ്റിരിക്കുമ്പോൾ നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? Is it possible for you to really worship God and praise God when you have failed an exam? 10 വർഷം പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടാതിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു ജോയ് ഉണ്ടോ? Is there a joy that's present in your life, that inside of you, even you are waiting for a prayer request for over 10 years? നാളുകളായി പിആറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിആർ കിട്ടാതിരിക്കുമ്പോൾ നിനക്ക് നിന്റെ ഉള്ളിൽ ഒരു ജോയ് ഉണ്ടോ? Do you still have the joy when you have prayed for a PR and you have not yet received it yet? മാസങ്ങളെ പ്രാർത്ഥിച്ചിട്ട് ജോലി ഇല്ലാതിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു ജോയ് ഉണ്ടോ? When you've been praying for a job and it's been months, do you still have that joy? Hallelujah. അപ്പം ഹാപ്പിനെസ് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസരത്തിലും നിനക്ക് ജോയ് ഉണ്ടാക്കാൻ കഴിയും. Even if there are situations where you're not really happy or happiness cannot be existent, you can still have joy. പറയുന്ന മനസ്സിലാകും. നിങ്ങൾക്ക് ആ ഒരു ആശയത്തിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ? Are you able to follow what I'm saying? ജീവിതത്തിൽ സകലതും പ്രതികൂലമായി വ്യാപരിക്കുമ്പോഴും അതിനകത്ത് നമുക്ക് ആനന്ദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവരാജ്യം നിന്നിൽ ഓൾറെഡി സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുകയാ. And if there are so much of crazy situations that happen in your life, and if you are able to be in that joy, let me tell you, let me remind you, the kingdom of God has come into your life. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, സാഹചര്യം എല്ലാം അനുകൂലമാകുമ്പോൾ ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ സകലതും പ്രതികൂലമാകുമ്പോൾ മുന്നിൽ ഒരു സാഹചര്യവും ഇല്ലാതിരിക്കുമ്പോഴും ഇവിടെ വന്ന് നിനക്ക് മതി മറന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓർത്തോ, നിന്റെ മാനസാന്തരം റിയല, നിന്റെ ഹല്ലേലൂയ ജ്ഞാനം റിയല, നീ രക്ഷിക്കപ്പെട്ടത് റിയല, നിന്റെ ഉള്ളിൽ യഥാർത്ഥമായി വചനം വാസിക്കുന്നുണ്ട്. If you're able to praise God, even if the situation is too bad and too adverse, that transformation is real. The change of heart is real. ഇന്ന് രാത്രി ഈ ഒരു സന്ദേശം നിങ്ങളുടെ അകത്തോട്ടൊന്ന് കേറട്ടെ. പിശാച് നാളുകളെ നിന്റെ മുന്നിൽ ഈ ചോദ്യങ്ങളൊക്കെ ഇട്ട് നിന്നെ ഇന്ന് രാത്രി കുരിക്കുമല്ല. എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എത്ര നാളായി സഭയിൽ വരുന്നു, എന്ത് മാറ്റമാ നിനക്കുള്ളത്? ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ നീ ആരാധിക്കേണ്ട കാര്യമുണ്ടോ? ഇന്ന് രാത്രി അവൻ പറയുക, ജോയ് കംസ് വിതിൻ. ഇന്ന് രാത്രി ഇതിനകത്ത് ഒരു സന്തോഷം അവൻ പകരുകയാണ്.
വചനം പറയുന്ന അവന്റെ സന്നിധിയിൽ സന്തോഷം, അവന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രബോധങ്ങൾ. ഇന്ന് രാത്രി ഇവിടെ നിനക്ക് സന്തോഷമില്ലെങ്കിൽ എങ്ങും നിനക്ക് സന്തോഷമില്ല. ഇന്ന് രാത്രി നിരാശപ്പെട്ടിരിക്കുന്ന ചില മനസ്സുകൾ ആനന്ദിക്കട്ടെ. ചില വിലാപങ്ങൾ ഇന്ന് രാത്രി നൃത്തമാകട്ടെ. ചില വിലാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നൃത്തമാകട്ടെ. ഇന്ന് രാത്രി ഈ ദൂതിനോട് മല്ലടിച്ചു നിൽക്കാതെ, ഈ ദൂതിനോട് അല്ലെ കല്ല് പോലെ ഇരിക്കാതെ, ഇന്ന് രാത്രി നീ ഒന്ന് പ്രതികരിച്ചാൽ അസാധാരണമായൊരു മാറ്റം. ചില മിനിറ്റുകൾ അന്യഭാഷകളിൽ അവനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് രാത്രി പിശാച് അവന്റെ ആയുധം വെച്ച് കീഴടങ്ങുന്ന രാത്രിയാകട്ടെ. നാളുകളായി നിരാശപ്പെടുത്തി പ്രാർത്ഥിച്ചിട്ട് ഇനി കാര്യമില്ല, ഇനി ആരാധനയ്ക്ക് പോയിട്ട് കാര്യമില്ല, ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് പോലും മനസ്സിൽ തോന്നിപ്പിച്ച നിരാശയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. രാത്രിയിൽ ആ പ്രതികൂല സാഹചര്യത്തെ നീ സന്തോഷിക്കാൻ തീരുമാനിച്ചാൽ ആ പ്രതികൂലത്തെ നിനക്കൊരു അനുകൂല സാഹചര്യമാക്കാൻ കഴിയും. ആ വേദനയെ നിന്റെ ലൈഫിൽ ഒരു നന്മയാക്കി മാറ്റുവാൻ കഴിയും. If you decide to really be joyful in that presence, you will be able to turn that sorrowful situation, that hard situation into a joyous one. അപ്പം ഹാപ്പിനെസ് ലൈഫിൽ എന്നും നിൽക്കുന്ന ഒന്നല്ല. Happiness is not something that is consistent in your life. പക്ഷേ ജോയ് എന്നുള്ളത് നിലനിൽക്കുന്ന അനുഭവമാണ്. But joy is something that sustains. ജോലി പോകുമ്പോൾ ഹാപ്പിനെസ് പോകും, പക്ഷേ ഹല്ലേലൂയ നിന്റെ ഉള്ളിലുള്ള ജോയ് പോകത്തില്ല. You might lose happiness when you lose a job, but the joy that is in you will not leave. രോഗം വരുമ്പോൾ ഹാപ്പിനെസ് പോകാം, പക്ഷേ ജോയ് പോകത്തില്ല. When you're down with a disease, your happiness might leave, but the joy inside of you will not go. വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണാതിരിക്കുമ്പോൾ ഒരുപക്ഷേ ഹാപ്പിനെസ് പോകാം, പക്ഷെ നിന്റെ ഉള്ളിലുള്ള ജോയ് പോകത്തില്ല. Happiness might leave when you have unanswered prayers, but the joy might still not leave. അതിന്റെ റീസൺ എന്താണെന്ന് അറിയാമോ? ജോയ് ആരും തരുന്നതല്ല, ഇറ്റ് ഈസ് എ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്ന ഗിഫ്റ്റാ. അത് പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്ന ഗിഫ്റ്റാ. നീ അവനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ ആർക്കും എടുത്തോണ്ട് പോകാൻ കഴിയാത്ത ഒരു ജോയ് നിന്റെ മനസ്സിന്റെ അകത്ത് അത് വെച്ച് തരും. അത് ആർക്കും അപഹരിക്കാൻ കഴിയില്ല. അത് രോഗത്തിന് അപഹരിക്കാൻ കഴിയത്തില്ല. അത് സാമ്പത്തിക ബാധ്യതയ്ക്ക് അപഹരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അത് സാഹചര്യങ്ങൾക്ക് അപഹരിക്കാൻ കഴിയില്ല. അത് ഇല്ലായ്മകൾക്ക് അപഹരിക്കാൻ കഴിയില്ല. അത് മാനുഷിക വാക്കുകൾക്ക് അപഹരിക്കാൻ കഴിയത്തില്ല. അത് പകയ്ക്ക് അപഹരിക്കാൻ കഴിയത്തില്ല. അത് വ്യാജത്തിന് അപഹരിക്കാൻ കഴിയത്തില്ല. അത് പാരവെപ്പിന് അപഹരിക്കാൻ കഴിയത്തില്ല. അത് ഒന്നിനും അപഹരിച്ച് കളയാൻ കഴിയത്തില്ല. And joy is not something that's given to you by somebody, but it's given by the Spirit of the Lord, and it is a fruit of the Spirit which is developed by the Spirit itself. So nothing in this world can really take that away from you. The moment you accept Jesus as your personal Savior, you receive that joy. Hallelujah. വചനം അതുകൊണ്ടാ പറയുന്നത്, നിങ്ങളെ കുറിച്ച് സകല തിന്മയും കളവായി പറയുന്നവർ നിങ്ങൾ സന്തോഷിപ്പിൻ. The word says, even if people speak falsely about you, you should still rejoice. നമ്മളെ കുറിച്ച് ആരെന്തെല്ലാം പറഞ്ഞോട്ടെ, പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് ജോയ് ഉണ്ട്. No matter whatever people might say behind your back, if there's Spirit of the Lord in you, you will have joy. പിശാചിന്റെ ആഗ്രഹം നീ വേദനിച്ചിരിക്കുന്നത് കാണാനാ. The desire of the devil is to see you really down. പിശാചിന്റെ ആഗ്രഹം നീ നിരാശപ്പെട്ടിരിക്കുന്ന കാണാനാ. The intention of the devil is to see you completely dejected. പിശാചിന്റെ ആഗ്രഹം നീ പ്രാർത്ഥിക്കാതിരിക്കുന്നത് കാണാനാ.
The plan of the devil is to see you not praying. പിശാചിന്റെ ആഗ്രഹം നീ പാടാതിരിക്കുന്നത് കാണുന്നതാ. The plan of the devil is to see you not singing. പിശാചിന്റെ ആഗ്രഹം നീ ഇവിടെ വന്ന് കൈയടിക്കാതെ ഇരിക്കുന്നത് കാണാനാ. The plan of the Holy Spirit is to see you not clapping your hands. എത്ര തീപ്പൊരി സന്ദേശം ഇതിനകത്തുനിന്ന് വന്നാലും അതിനോട് മാറുതലിച്ച് നിന്ന് ആ ദൂത് ഏറ്റെടുക്കാതെ ഹൃദയത്തെ കല്ലുപോലാക്കി നിന്നെ നിരാശപ്പെടുത്തി വന്നതുപോലെ തിരിച്ചു മടക്കി അയക്കാനാ അവന്റെ ആഗ്രഹം. The intention of the devil is to really give you a heart of stone and not being able to receive the word of the Lord and to send you back empty. That's the intention of the devil. നിനക്കുള്ള ദൂത് ഇതിനകത്തുനിന്ന് വന്നാലും നിനക്കുള്ള വിടുതൽ ഇതിനകത്തുനിന്ന് വന്നാലും നിനക്കുള്ള വാഗ്ദത്തം ഇതിനകത്തുനിന്ന് വന്നാലും അതിനെ ഒന്ന് റിസീവ് ചെയ്യാൻ കഴിയാതെ മനസ്സിനെ കല്ല് പോലെയാക്കി നിന്നെ നിരാശപ്പെടുത്തി ഇരുത്താനാ പിശാചിന്റെ ആഗ്രഹം. പക്ഷെ ഇന്ന് രാത്രി അവൻ പറയുക, ഞാൻ നിന്റെ ഉള്ളിൽ ഒരു ജോയ് തരാനാ ഇന്ന് രാത്രി ദൂതനിലേക്ക് കൈമാറുന്നത്. നാളുകളായി നിരാശപ്പെട്ടിരിക്കുന്ന കുഞ്ഞ്, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, this is a free gift of God. Amen. കുഞ്ഞ്, ഇത് ദൈവത്തിന്റെ ഫ്രീ ഗിഫ്റ്റാ, ദൈവം നിനക്ക് തരുന്ന ദാനമാ. എനിക്കറിയില്ല എത്ര പറയുന്നു രാത്രി ദൂതിനോട് ആമേൻ പറയുന്നുണ്ടെന്ന്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ ജോയ് തിരിച്ചു മടക്കി തരികയാ. കുടുംബത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ ജോയ്, ലൈഫിനകത്ത് നഷ്ടപ്പെട്ടു പോയ ജോയ്, സഭയ്ക്കകത്ത് നഷ്ടപ്പെട്ടു പോയ ജോയ്. Let him minister. പരിശുദ്ധാത്മാവ് മിനിസ്റ്റർ ചെയ്യട്ടെ. കുഞ്ഞെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Let him minister. Let Holy Spirit minister. ഇന്ന് രാത്രി ഓരോരുത്തർക്കും വേണ്ടി ദൈവാത്മാവ് മിനിസ്റ്റർ ചെയ്യട്ടെ. ആർക്കും സന്തോഷം തിരികെ തരാൻ കഴിയത്തില്ല. പക്ഷേ ഈ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിനകത്ത് സന്തോഷമുണ്ട്. നിന്റെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ ആ ജോയ് ഉണ്ടല്ലോ, നിന്റെ കുടുംബ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ജോയ് ഉണ്ടല്ലോ, നിന്റെ സ്പിരിച്വൽ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ ജോയ് ഉണ്ടല്ലോ, ഇന്ന് രാത്രി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അന്തരീക്ഷത്തിൽ അവൻ തിരികെ അത് ഡൗൺലോഡ് ചെയ്യുക. നിനക്ക് വേണ്ടി അവൻ പുതിയതായി ഈ രാത്രി അവൻ ഇൻസ്റ്റാൾ ചെയ്യുകയാ. നാളുകളായി നാം ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം, ഒരു ഇന്നർ പീസ്, അത് തരാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. The kind of peace that we've been desiring for a long time, that kind of peace can only be given by the Spirit of the Lord. ഞാൻ പറയുന്നു, 3 മണിക്കൂറത്തെ സിനിമയ്ക്ക് ആ ഇന്നർ ജോയ് തിരിച്ചു തരാൻ കഴിയത്തില്ല. You know, a 3-hour movie cannot give you or return you that kind of the peace and joy. അത് നിനക്ക് ഹാപ്പിനെസ് തരാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. വിത്തിൻ 3 minutes അത് നിന്റെ ലൈഫിൽ നിന്ന് പറന്നു പോകും. It can only give you happiness, and within 3 minutes of the movie you'll still not be able to be joyful. നിങ്ങളൊരു ട്രിപ്പിന് പോയാൽ ഒരു പക്ഷെങ്കിൽ ചില മണിക്കൂറുകൾ നിങ്ങൾക്ക് അതിൻ്റെ ഹാപ്പിനെസ് കണ്ടേക്കാം. പക്ഷേ ഇന്നർ ജോയ് ആ ട്രിപ്പിന് തരാൻ കഴിയത്തില്ല. If you go for a trip, you might just get happiness for some hours, but it will not give you that inner joy that you expect.
ഈ വചനത്തിന്റെ അർത്ഥം ട്രിപ്പിന് പോകണ്ട എന്നുള്ളതല്ല പറഞ്ഞത്, പക്ഷേ ഇന്നർ ജോയി തരാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. My intention is not to say that you do not need to go for trips, but what I mean is that it's only the Holy Spirit that can really give you that joy. കൗൺസിലിങ്ങിന് സന്തോഷം തരാൻ കഴിയത്തില്ല. ചില മിനിറ്റുകൾ അല്ല നിന്റെ മനസ്സിനെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ ശ്രമിക്കാനേ കഴിയത്തുള്ളൂ, പക്ഷേ മാറ്റം തരാൻ കഴിയുന്നത് വചനത്തിന് മാത്രമാണ്. Therapy cannot fill you with joy, but it's only the word and the Spirit of the Lord that can move. പണ്ടത്തെ നമ്മുടെ പിതാക്കന്മാർ അപ്പച്ചന്മാർ സഭയിൽ വന്ന് തുള്ളിച്ചാടി ആരാധിച്ചത് അവർക്ക് PR കിട്ടിയിട്ടല്ല, അവർക്ക് കാറ് കിട്ടിയിട്ടല്ല, അവർക്ക് വീട് കിട്ടിയിട്ടല്ല, ഓല മേഞ്ഞ വീട്ടിൽ കിടന്നപ്പോഴും ഹല്ലേലൂയ. നാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ, ചാണകം മെഴുകിയ തറയിൽ പോലും ഇരുന്ന് അല്ലെ സ്തോത്രം ഇരിക്കാൻ കഴിയാതെ തുള്ളിച്ചാടി ആരാധിച്ചത് എന്തുകൊണ്ടാ? എന്തെങ്കിലും ബാഹ്യമായ നന്മ അവർക്ക് കിട്ടിയിട്ടാണോ? അല്ല, അന്തരംഗത്തിലൊരു ജോയ്, ആരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു ജോയ്, എന്തോ ഒരു സന്തോഷം അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. അവരറിയാതെ തുള്ളിച്ചാടി അല്ലെങ്കിൽ അവരറിയാതെ കസാരയൊക്കെ മറിച്ചിട്ടു. അതൊരു എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസും കാരണമല്ല, ഒരു ബാഹ്യമായ കാര്യമല്ല, അകത്തളത്തിൽ വ്യാപരിച്ച ഒരു ജോയ്, അകത്ത് വ്യാപരിച്ച രക്ഷയുടെ സന്തോഷം അതവരെ തുള്ളിച്ചാടിച്ചു. Amen. Our forefathers were able to completely forget themselves and be joyous in the presence of the Lord, regardless of the kind of situation they were in. It's because of the joy of salvation they had in them. പലപ്പോഴും നമുക്ക് ആരാധിക്കാൻ PR-ന്റെ കാര്യം പറയേണ്ട വന്നു, നമുക്ക് പലപ്പോഴും ആരാധിക്കാൻ കാറിന്റെ കാര്യം പറയേണ്ട വന്നു. A lot of times we require things to really motivate us to really worship. പലപ്പോഴും നമുക്ക് വീടിന്റെ കാര്യം പറയേണ്ട വന്നു ആരാധിക്കാൻ. Many times people have to speak about us getting a home for us to really worship. സത്യമല്ലേ? Isn't it true? പലപ്പോഴും നമുക്ക് ദൈവവചനം പറയേണ്ടതിന് പകരം നമുക്ക് പലപ്പോഴും നമുക്ക് എക്സ്റ്റേണൽ കാര്യം പറയേണ്ട വന്നു. Many a times we had to speak about the external blessings. കാരണം നമ്മുടെ ഇന്റേണൽ ജോയ് പോയി, പുറത്തുനിന്ന് എന്തൊക്കെയോ വേണ്ട വന്നു നമ്മളെ സന്തോഷിപ്പിക്കാൻ. Because we lost our internal joy and we required things from the outside world to really make us joyful, to be happy. സത്യമല്ലേ പറയുന്നേ? Amen. Jesus, hallelujah. എന്നെ കൂടെ ഉൾപ്പെടുത്തി ഞാൻ പറയുന്നു. I'd like to say what's been revealed to me. പലപ്പോഴും മെസ്സേജ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒന്ന് സന്തോഷിപ്പിക്കാനുള്ള മെസ്സേജും കൂടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പിടിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. Sometimes, and I'm speaking this on behalf of like all of us, including myself, and there are times when I have to really, when people have to really fit in parts of the sermon to make people happy and inclusive. കാരണം പ്രസംഗിക്കുന്ന എനിക്ക് ഒരു ഹാപ്പിനെസ് വരണം, നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് വരണം. Because the one who is preaching and the one who is listening to the sermon also has to be happy together. നിങ്ങൾ ഈ പ്രസംഗത്തിന്റെ അരമണിക്കൂർ തുള്ളിച്ചാടി ആരാധിക്കുമായിരിക്കും, പക്ഷെ ഇവിടെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവത്തില്ല. കാരണം നിങ്ങൾ റിയാലിറ്റി ഫേസ് ചെയ്യാൻ പോവാ. You might be dancing in happiness during the sermon, but when you go out into the world, you will face reality. കാരണം നിങ്ങളുടെ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്തിട്ടില്ല. സ്റ്റിൽ നിങ്ങൾ PR-ന് വേണ്ടി വെയിറ്റിംഗ്. Your situations have not changed. You might still be waiting for that PR. സ്റ്റിൽ നിങ്ങൾക്ക് പിന്നെയും കടമാ. You might still be in that debt. സ്റ്റിൽ നിങ്ങൾക്ക് കാറും വീടും കിട്ടിയിട്ടില്ല. You might still not have that car and the home. നിങ്ങളുടെ ജോയ് അവിടെ, നിങ്ങളുടെ ഹാപ്പിനെസ് അവിടെ കൊണ്ട് തീരുക. കാരണം പറഞ്ഞതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. Your happiness ends there because nothing that's been said has പക്ഷേ happened. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജോയ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇനി ഒന്നും ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അകത്തുനിന്ന് അത് കത്തിക്കൊണ്ടിരിക്കും. ആ സന്തോഷം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ ദൈവരാജ്യ ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോൾ റൈറ്റ് ടൈമിൽ നന്മയും കരുണ നിന്റെ ആയുഷ്കാലം നിന്നെ ഇങ്ങനെ പിന്തുടരും. When the kingdom of the Lord establishes in your life, that joy will follow you, that the joy in the Spirit of the Lord will follow you. Hallelujah. നിങ്ങൾ പറയുന്ന പിടികിട്ടുന്നുണ്ടോ? Are you able to follow what I'm saying? എന്തിനാ പേടി ഞാൻ പറയുന്നേ? Why should we abide? ഒരിക്കലും അകത്തുനിന്ന് പോകാത്ത ഒരു ഹാപ്പിനെസ് തരാൻ. It's for God to give you the joy that does not leave or go. അപ്പം ആ ജോയ്
സാഹചര്യം പ്രതികൂലമായാലും നമ്മളെ വിട്ടു പോയില്ല. So that kind of joy will not even leave us when situations are hard. ഒരിക്കൽ പൗലോസും ശീലാസും ശക്തമേറിയ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഭൂതത്തെ പുറത്താക്കിയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ. When Paul and Silas, after a very strong, powerful ministry, കഴിഞ്ഞ ആഴ്ച നാം കേട്ടതുപോലെ നല്ലൊരു സ്വീകരണം പ്രതീക്ഷിക്കേണ്ട സാഹചര്യം. like last week we heard, they were it's a situation where they could easily expect a great welcoming. ഒത്തിരി മീറ്റിങ്ങുകൾ, ഒത്തിരി രാജ്യത്തോട്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്ത് ശുശ്രൂഷിക്കേണ്ട സാഹചര്യം ഉണ്ടാകേണ്ട ഒരു സിറ്റുവേഷൻ. It's a situation that could have burst into a lot of opportunities. എല്ലാരും വീട്ടിലോട്ട് വിളിച്ച് ഒരു മിനിസ്ട്രി സ്വീകരിക്കേണ്ട ഒരു സിറ്റുവേഷൻ. It's a situation where people could have called them for a lot of opportunity and പക്ഷേ ministries. അങ്ങനെ ആ സിറ്റുവേഷൻ കാര്യം അതുപോലല്ല നടന്നത്. അവരെ രണ്ടുപേരെയും പിടിച്ചിട്ട് തടവിലോട്ട് അങ്ങിട്ടു. But that's not what happened. They were put into the prison. അവർക്ക് ദൈവത്തോട് ചോദിക്കാൻ, ദൈവമേ നിന്റെ നാമത്തിന് വേണ്ടിയല്ലേ ഞാൻ ചെയ്തത്, അല്ല നിന്റെ നാമത്തിലല്ലേ ഞാൻ ഈ ശുശ്രൂഷ ചെയ്തത്, നിന്റെ നാമത്തിന്റെ അധികാരമല്ലേ അവിടെ എസ്റ്റാബ്ലിഷ് ആയത്, ദൈവരാജ്യമല്ലേ അവിടെ എസ്റ്റാബ്ലിഷ് ആയത്, എന്തുകൊണ്ട് എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വന്നു എന്ന് ചോദിക്കേണ്ട സാഹചര്യം. And that's a situation where they would question, Lord, isn't it your kingdom of God that's been established here? Haven't we spoken in the authority that you have given to us? നീയല്ലേ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്, ഇതിന്റെ ഉത്തരവാദി നീയല്ലേ, നീ എന്തുകൊണ്ട് എന്റെ കാര്യം സെറ്റിൽ ചെയ്യണ്ടില്ല എന്ന് ചോദിക്കേണ്ട സിറ്റുവേഷൻ. Lord, it's you who has called me into this ministry. You are the one who has placed me into this calling. Why didn't you not settle my case? പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അന്ന് അർദ്ധരാത്രിയായപ്പോൾ ശീലാസും പൗലോസും കൂടെ പാടി ദൈവത്തെ സ്തുതിച്ച് തുടങ്ങി. അർദ്ധരാത്രി ചുറ്റുമുള്ള ഹല്ലേലൂയ കാരാഗൃഹത്തിലുള്ള ആളുകൾ അത് കേട്ടു. കുഞ്ഞെ എന്തുകൊണ്ട് ആരാധിക്കാൻ കഴിഞ്ഞു? അവരുടെ സന്തോഷം എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസ് അല്ല, അകത്ത് വ്യാപരിച്ച ഒരു ദൈവ കൃപ. ഇന്ന് രാത്രി എന്തെല്ലാം വന്നാലും അവനോട് പറയാൻ കഴിയുമോ? എന്റെ ജോയ് എടുത്തു കളയാൻ ആർക്കും കഴിയുകയില്ല. In that hour of the night when Paul and Silas decided to praise God, hallelujah, അവിടെ ശുശ്രൂഷ കഴിയുമ്പോൾ ലഭിക്കേണ്ട അംഗീകാരമായിരുന്നു അവരുടെ മോട്ടീവെങ്കിൽ അവിടെ ആരാധന വരില്ല. If it was the reward and the recognition that they would receive after their ministry, they would not be able to worship in their prison. അവിടെ ന്യായമായി ലഭിക്കേണ്ട നല്ല വാക്കായിരുന്നു അവരുടെ ഇന്റൻഷൻ എങ്കിൽ അവിടെ അങ്ങനെ ഒരു ആരാധന പുറത്തു വരില്ലായിരുന്നു. If their intention was to receive really good words and good words about them, that worship wouldn't have been revealed or come out. അവിടെ അടുത്തൊരു സ്റ്റേജ് ആയിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ അങ്ങനെ ഒരു ആരാധന അതിനകത്തുനിന്ന് പുറത്തു വരില്ലായിരുന്നു. If their intention was the next new opportunity, that kind of worship would not have come out of them. പക്ഷേ അവിടെ അവരുടെ ജോയ്, അവർക്ക് കിട്ടുന്ന സ്ഥാനമോ മാനമോ ശുശ്രൂഷയുടെ വേദികളോ അല്ല, അവരുടെ ഉള്ളിലെ സന്തോഷം അവരെ വിളിച്ച ഈ ശുശ്രൂഷയ്ക്ക് യോഗ്യരാക്കിയ ദൈവമായിരുന്നു. Amen. But the reason for the joy was not of any kind of stages that they received, but it's the Lord. ശുശ്രൂഷയിൽ ക്ഷീണിച്ചിരിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ എന്തിനാ മിണ്ടാതെ ഇരിക്കുന്നത്? ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞ വീട്ടിൽ പോലെ നീ മൗനമായി ഇരിക്കുവല്ലേ? പരിശുദ്ധാത്മാവ് പറയുന്നു, എന്തിനാണ് നിന്റെ സന്തോഷം? ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞ സഭയിൽ വരാതെ ഇരിക്കുവല്ലേ? വാട്ട് ഈസ് യുവർ മോട്ടീവ്? ഇന്ന് രാത്രി വചനം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതിനോട് റിബലാകാതെ ഇന്ന് രാത്രി ഒരു വിടുതൽ സംഭവിക്കുക. നിന്നെ നഷ്ടപ്പെട്ടു പോയ ജോയ് തിരികെ കയറുകയോ? അസ്തമനാദം ചൂടൽ ഖമന ഹസ്തരകാലം വൈഡൽ ഖമന ആദ്ദൽ ഖമന വൈഡവനാദം ചൂടൽ ഖമന വൈഷൽ ഖമന അസ്തമനാദം ദീജൽ ഖമന. ചില നിമിഷങ്ങൾ അന്യഭാഷകളിൽ അവനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ചില നിമിഷങ്ങൾ അന്യഭാഷകളിൽ അവനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. നഷ്ടപ്പെട്ടു പോയ പണ്ടത്തെ പോലെ ഉള്ള ഒരു നല്ല കാല, പണ്ടത്തെ പോലെ ഉള്ള നല്ല ഒരു സന്തോഷം, പണ്ടത്തെ പോലെ ഉള്ള ഒരു ജോയ്, രക്ഷയുടെ സന്തോഷം ഇന്ന് രാത്രി തിരികെ പ്രാപിക്കുന്ന രാത്രിയായി മാറട്ടെ. ഹന്താര ചൂടാ ബാല റീഖ മാന
അന്തരകബ ചൂട ബലബ ഹസ്തരജാലേ വൈഡൽ ഖമന അന്തരജാല വൈഡൽ ഖമന. കള്ളൻ കൊണ്ടുപോയ സന്തോഷം, ഹല്ലേലൂയ, അല്ലെ അറുപ്പാനും മുടിപ്പാനുമാ കള്ളൻ വരുന്നത്, അല്ലെ അവൻ കൊണ്ടുപോയ ജോയ് ഇന്ന് രാത്രി തിരികെ കയറുകയോ. ഇന്ന് രാത്രി ആത്മാവിലുള്ള ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അന്തരജാലം വൈഡൽ ഖമന. ചില നിമിഷങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ഒന്ന് വിട്ടുകൊടുത്താട്ടെ. അസാധാരണമായ ദൈവപ്രവൃത്തി, ഇന്നർ ഹീലിംഗ് റൈറ്റ് നൗ ഇവിടെ സംഭവിക്കുക. ഇന്നർ ഹീലിംഗ്സ് ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കട്ടെ. നാളുകളായി നിരാശപ്പെടുത്തിയ പോരുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. വചനത്തിന്റെ ശക്തിയാൽ വിടുതൽ സംഭവിക്കട്ടെ. വൈഡൽ ഖമന ഹന്ദ രഗബ ചൂട ബാല ദീഗ മാന ധൂര ബാല റീഖ മാന ഹന്ദ രാധ ധൂരാല ചൂട ബാല. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഒരു നിയോഗമുണ്ടെങ്കിൽ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് അല്പ നിമിഷങ്ങൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദുരബല ബല ശാന്തരാധര ദിഗൽ കമന സാന്തരാധര ദുരൽ കമന വൈഡകൽ കമന ഹന്തരാധര ദിഗൽ കമന ഷൈഡകൽ കമ ഊടാ ബാല ഹന്ദ രാധ ചൂട ബാല ദീഗ രഗബ അന്തരജാല വൈഡൽ കമന ഊടാ മാന ദീഗ ബാല ചൂട ബാല റീഖ മാന ഹന്തൽ ഖാന വൈഡൽ കമന അന്തരജാല റീഗൽ കമന. ഇന്ന് രാത്രി കളഞ്ഞു പോയ സന്തോഷം ഇന്ന് രാത്രി തിരികെ വരട്ടെ. ഇന്ന് രാത്രി അത് തിരികെ വരട്ടെ. നഷ്ടപ്പെട്ടു പോയ ജോയ് ഇന്ന് രാത്രി കുടുംബങ്ങളിലേക്ക്, സഭയിലേക്ക്, വ്യക്തികളിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരികയാണ്. കൊള്ള കണ്ടു കിട്ടിയ ഒരു സന്തോഷം ഈ ആവ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ. നുകത്തിന്റെ ആമിക്കയറുകൾ യേശുവിന്റെ നാമത്തിൽ ആഴിഞ്ഞു മാറട്ടെ. നുകത്തിന്റെ ആമിക്കയറുകൾ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി പോറ്റി മാറട്ടെ. ഉടബലബ സാന്തരാധര ദുരബല ഘടക ശാന്തൽ കമന ഉടബല റീഖ മാന ഹന്ദ രാധ. വൈഡബരത്തം തീകൾ കമന ഹസ്തരജാല ധൂരബലത്തം തീകൾ കമന ഹന്തരജാല ധൂരബലബ ഹന്താരകബ ധൂര. ഇനി നിരാശയ്ക്ക് ഇതിനകത്ത് സ്ഥാനമില്ല. വേദനകൾക്ക് ഇതിനകത്ത് സ്ഥാനമില്ല. ഇനി അസൂയക്ക് ഇതിനകത്ത് സ്ഥാനമില്ല. ഇനി വാക്കുകൾക്ക് ഇതിനകത്ത് സ്ഥാനമില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ ഇതിനകത്ത് ഇനി സ്ഥാനമുള്ളൂ. പരിശുദ്ധാത്മാവെ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുക. പരിശുദ്ധാത്മാവനെ തീരുമാനിക്കുന്നത് അവനാണ് സന്തോഷത്തിന്റെ ഉറവിടം. മനുഷ്യന്റെ വാക്കുകളല്ല, എന്റെ സിറ്റുവേഷൻ അല്ല, എന്റെ സാഹചര്യം അല്ല. ഇന്ന് രാത്രി എന്റെ സാഹചര്യം ഇവിടെ മാറിയില്ലെങ്കിലും ഇന്ന് രാത്രി എന്റെ സന്തോഷത്തെ എടുക്കുവാൻ ഒരു ദുഷ്ട പിശാചിനും കഴിയത്തില്ല. ചിലർ ഇന്ന് രാത്രി കെട്ടിനെ പൊട്ടിച്ച് പുറത്തു വരികയാ. നാളുകളെ പിശാച് ഒതുക്കി വെച്ചിരിക്കുന്ന ചിലർ ഇന്ന് രാത്രി എഴുന്നേറ്റ് വരികയാ. ഇന്ന് രാത്രി കൂടഞ്ഞെഴുന്നേൽക്കുക.
ഉടബല ശിംശോനെ, ഇനി നിന്നെ കെട്ടിയ കയറിനല്ല ശക്തി, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്ക് ശക്തി. നിന്നെ ഒതുക്കാൻ കഴിയില്ല. നീ കൊടഞ്ഞെഴുന്നേറ്റ് വാ. ഉടബല ശാന്തരാധര ദുരബലക സാന്തരാധര ഏലിയാവേ, നീ എന്തിനാ ക്ഷീണിച്ച് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുന്നത്? അല്ല ലൈഫിന്റെ അധികാരം ഏതെങ്കിലും ഇസബേലിനല്ല, ഏതെങ്കിലും ആഹാബിനല്ല, എനിക്കാണ് അധികാരമുള്ളത്. ചില വാക്കുകൾ കേട്ട് ക്ഷീണിച്ചിരിക്കുന്ന ചിലത് ഇന്ന് രാത്രി പൊങ്ങി വരികയോ. ഉടബല ശാന്തരാധന ഹല്ലേലൂയ. ഉടബല സൈഡക Uda bala handa raga chuda bala rekha mana handa baraba chuda bala Uda bala rekha mana handa raga Uda bala diga വാക്കുകളുടെ മുന്നിൽ പേടിച്ചിരിക്കുന്ന ചിലത് ഇന്ന് രാത്രി എഴുന്നേറ്റ് വരികയാണ്. ഉടാല rekha mana കുഞ്ഞെ, ഈ ആത്മാവിന്റെ അന്തരീക്ഷത്തോട് നീ ഒന്ന് പ്ലഗ് ഇൻ ചെയ്താട്ടെ. ഉടാല rekha bala handa bala chuda baraba അന്തരഘട്ടം വൈഡൽ ഖമന ദുരബ നഗര ഊഡ ബലമ ഹന്തൽ ഖമനെ വൈഡബ രാധേ ചൂഡ ബലമ ഹന്തൽ ഖമന വൈഡബ രക്തം ദീഗൽ ഖമനെ വൈഡ രഗബ ദിഗബ നഗര ഊഡാല റീഖ. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നുണ്ടെങ്കിൽ ഈ രാത്രി ഒന്ന് വിട്ടുകൊടുത്താട്ടെ. അസാധാരണമായ വിടുതൽ ഇന്ന് രാത്രി സംഭവിച്ചിരിക്കും. ഷൂഡ ലഗബ ദീഗ ബലമ ദൂര ബലമ അന്തരജാല വൈഡ രഗബ ദൂര ബലമ ദീഗൽ ഖമന വൈഡബ രക്തം ദീഗൽ ഖമന ദൂര ബാല റീഖ ബാല ശന്ദ ബാല ചൂഡാല റീഖ ബാല ദീഗ ബാല മൂഡൽ ഖമന അന്തരഘട്ടം വൈഡൽ ഖമന ദൂര ബാല രാധ ദീഗ ബാല ദൂര ബലമ. ഖമോൺ, ഇന്ന് രാത്രി ചിലത് പൊങ്ങി വരുന്നുണ്ടല്ലോ. ഇന്ന് രാത്രി ചിലത് പൊട്ടിച്ച് പുറത്ത് വരുന്നുണ്ട്. ഇന്ന് രാത്രി ചിലർ വെടിവെക്കപ്പെടുന്നുണ്ട്. Uda bala rekha mana diga bala Uda mana diga radha diga bala Dura balaba handara jalam waidal khamana Astabaradam chuda balaba Udala rekha mana sanda bala കുഞ്ഞെ, ഇനി ആർക്കും നിന്നെ തകർക്കാൻ കഴിയില്ല. ഇനി നിന്നെ തൊടാൻ ആർക്കും കഴിയില്ല. ഇനി നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ചൂടാ ബലബ ഹന്ത രഗബ Daragaba Chuna Balaba Handaragala Vaidavaratha Udabalagara Durabalagara Durabalagara Chudabalagara Handaragala inner healing in the Rathil Sambavikia inner healings ഇതിനകത്ത് സംഭവിക്കുക inner healings സംഭവിക്കുക. നാളുകളായി ആരോ പറഞ്ഞുപോയ വാക്കുകൾ നിമിത്തം നിരാശപ്പെട്ടു പോയി ചിലര് ഇന്ന് രാത്രിയിൽ ബലപ്പെടുക. ഇന്ന് രാത്രി ചിലര് ആ കെട്ടിനകത്തുനിന്ന് പുറത്തു വരിക. നാളുകളെ പിശാച് കുരുക്കിയിട്ട ചില വാക്കുകളുടെ മേൽ കുരുക്കിയിട്ടിരിക്കുന്ന ചിലർ ഇന്ന് രാത്രി പൊട്ടിച്ചു പുറത്തു വരിക. കാരണം നിന്റെ സന്തോഷം ഇനി ആരുടെ വാക്കുകളല്ല, നിന്റെ പ്രമോദം യഹോവയിൽ തന്നെയാ.
നിന്റെ പ്രമോദം യഹോവയിൽ തന്നെയാ, നിന്റെ സന്തോഷം യഹോവയിൽ തന്നെയാ, നിന്റെ ആനന്ദം യഹോവയിൽ തന്നെയാ. ഉടലക ധര ചര ധര തുരബലഘടകലക സന്ധരാധര. ദൈവരാജ്യത്തിന്റെ അകത്തുള്ള സന്തോഷം, ദൈവരാജ്യത്തിന്റെ അകത്തുള്ള ആനന്ദം, ദൈവരാജ്യത്തിന്റെ അകത്തുള്ള പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ഇന്ന് രാത്രി ഞങ്ങളുടെ സഭയ്ക്കകത്ത് നിറയട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് നിറയട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് നിറയട്ടെ, ഞങ്ങളുടെ യൗവനക്കാരുടെ അകത്ത് നിറയട്ടെ. ഈ ലോകത്തിന്റെ കൾച്ചർ ആരെ തൊടാതെ, ഈ രാജ്യത്തിന്റെ കൾച്ചർ ഇവരെ തൊടാതെ, ആ നൈമിഷികമായ സുഖം അവരെ തൊടാതെ, ഞങ്ങളുടെ യങ് തലമുറയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ രാജ്യത്തിന്റെ നൈമിഷികമായ ഹാപ്പിനെസ് തൊടാതെ, അല്ലെങ്കിൽ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സകല രക്തം കൊണ്ട് മുദ്രയിടുക, ഞങ്ങളുടെ കുടുംബങ്ങളെ മുദ്രയിടുക, ഞങ്ങളുടെ ഭവനങ്ങളെ മുദ്രയിടുക. റബലഘടകലക ശാന്തരാധന തികൽക്കമന. ലോകത്തിന്റെ ഹാപ്പിനെസ് ആരെയും ഇനി തൊടണ്ട, ലോകത്തിന്റെ ഹാപ്പിനെസ് തൊടണ്ട, അല്ല ലോകത്തിന്റെ ഹാപ്പിനെസ് തൊടണ്ട, ഈ രാജ്യത്തിന്റെ കൾച്ചറിന്റെ ഹാപ്പിനെസ് ഇതിനകത്ത് തൊടണ്ട. ഇന്ന് രാത്രി വചനത്തിലുള്ള ശക്തി, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം, ദൈവരാജ്യത്തിനുള്ള സന്തോഷം ഇന്ന് രാത്രി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് നിറയട്ടെ. റമന ഹദമന സാഠകല തുരബലക ശാന്തരാധന തുരബലക ദിഗൽഖമന അന്തര. ഇന്ന് രാത്രി അഹവ ചർച്ച അടുത്തൊരു കാലിലേക്ക്, അടുത്തൊരു ഫേസിലേക്ക് കാലെടുത്ത് വെൽക്കുക. റമന ഘടക സന്തര നമ്മുടെ കുഞ്ഞുങ്ങളെ തൊടുക, നമ്മുടെ യങ് ജനറേഷനെ തൊടുക. ഉടബല സാധര റഖമ സാന്തരാധന ദുരബലമ. ഇതിനകത്തുള്ള ഒറ്റ ഒരുത്തരെ വിട്ടു കൊടുക്കരുത്, ഇതിനകത്തുള്ള ഒറ്റ ഒരുത്തരെ ഇന്ന് രാത്രി വിട്ടു കൊടുക്കരുത്. റമന ഹന്തൽ ഖമന വൈഡകൽ ഖമനകൾ ശാന്തരാധന ദുരബലമ. നിങ്ങൾ അറിയുന്നില്ല ഇന്ന് രാത്രി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അസാധാരണമായ ദൈവപ്രവൃത്തി ആത്മമണ്ഡലത്തിൽ നടക്കുകയാണ്. ശബലഗദരക ദുരബലമ ശാന്തരാധന ദുരബലഘടകലക ശാന്തരാധന ദുരബലക സാന്തരാധന ദുരബല. അടുത്തൊരു ജനറേഷനെ നിങ്ങൾ തൊടുകയോ, അടുത്തൊരു ജനറേഷനെ ഇന്ന് രാത്രി തൊടുകയോ. ശബലക സാധാരാധന റമനക സാധാരാധന ദുരബലമ ശാന്തരാധന. പിശാച് പല സഭകളിലെ തലമുറകളെ വാഞ്ചിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി ഈ സഭ അതിന്മേൽ ജയമെടുക്കുകയോ. ശാന്തരാധന ദുരബലഘടകലക സാധാരാധന റാസ്മറ്റകല ആദരകദരകന ചുടബലകല ദിഗൽഖമന അതുരമനഘടക. ഇന്ന് രാത്രി മുന്നിൽ കേറ, പോരാട, ജയിക്ക. റമനഘടക സാധാരാധന റബലക സാധാരാധന ചുടബലക സാന്തൽ ഖമന വൈഡകൽ ഖമാരക ശാന്തരാധന. അടുത്തൊരു തലമുറയെ പിശാച് പിടിച്ചു കെട്ടിട്ട് പറയുക, നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത് ഇവിടെ ഒന്നുമല്ല, ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ലോകത്തിലോട്ട് ഇറങ്ങുക, അവിടെയാണ് സന്തോഷം. അങ്ങനത്തെ ക്ലബ്ബുകളിലാണ് സന്തോഷം, അങ്ങനത്തെ കൂട്ടായ്മകളിലാണ് സന്തോഷം. നിങ്ങൾക്ക് എന്ത് സന്തോഷമാ നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ പോകുമ്പോൾ കിട്ടുന്നത്. നിങ്ങളൊരു ഹല്ലേലൂയ അല്ലെ വലിയൊരു ഹല്ലേലൂയ സ്തോത്ര പ്രാർത്ഥനക്കാരനായതുകൊണ്ട് എന്ത് സന്തോഷമാ കിട്ടുന്നത്. അങ്ങനെ ഒരു തലമുറ വഞ്ചിച്ച് കളയുന്ന സ്പിരിറ്റ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ സഭയ്ക്കകത്ത് ക്യാൻസൽ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഊതേറ്റെടുക്കാം. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇന്ന് രാത്രി പോരാടാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലത് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഒരു തലമുറ കൈവിട്ട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ ദൂത് ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇതിനോട് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ പ്രതികരിച്ചോ. റബലഘടക ശാന്തരാധന ദുരബലം. ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മുടെ തലമുറ ഇതിനകത്തൊന്ന് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി മുദ്രയിട്ട് നിങ്ങൾക്ക് പോരാടാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി പോരാടിക്കോ. ശാധാരാധന ദുരബലഘടകലക ശാധാരാധന റബൽ കമന സാന്തരാധന ദുരബലബലവ ശാന്തരാധന. ലോകം പറയുന്നു, കുഞ്ഞേ വീക്കെൻഡിൽ നടക്കുന്ന പാർട്ടികളാ നമ്മുടെ ഹാപ്പിനെസ്. The world says to the younger generations that, you know, it's the parties and these gatherings that should happen during the weekends. കുറച്ചൊക്കെ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നതാണ് ലൈഫിന്റെ ഹാപ്പിനെസ്. The world says it's completely okay and it's
It's good to be part of, to consume alcohol in small quantities. ലോകം പറയുന്നു ഇത്രയൊന്നും ഓവറായിട്ട് ആത്മീയതയൊന്നും വേണ്ട, The world says you don't need to be over spiritual കാരണം നിനക്ക് കുറച്ചൊക്കെ ലോകത്തിലെ സന്തോഷം വേണ്ടേ. because you can always experience the pleasure of പക്ഷേ the world. വചനം നിന്നോട് ഓർപ്പിക്കുന്നു, But the word of the Lord affirms നിനക്ക് യഥാർത്ഥത്തിലുള്ള ജോയ്, അവന്റെ സന്നിധിയിലെ സന്തോഷം, the true joy that you can have is the one in His presence, അവന്റെ സന്നിധിയിലെ പ്രമോദമാണ്. that you can delight in His presence. ഇന്ന് രാത്രിയിലെ എല്ലാ കണ്ണുകളും കർത്തൃസന്നിധിയിൽ നടച്ചാട്ടെ. Can you all bow down your heads and close ദൈവസന്നിധിയിൽ your eyes? എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. If you are able to stand up in your feet, ചില would you, നിമിഷങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പോരാടാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് പോരാടിക്കട്ടെ. can you be in that warfare in prayer tonight, church? ദാവീദ് ഒരു പ്രാർത്ഥന ഇങ്ങനെ 51-ാം സങ്കീർത്തനത്തിൽ പറയുക, ദൈവമേ രക്ഷയുടെ സന്തോഷം എനിക്കൊന്ന് തിരികെ തരണം. David prays like this: Lord, would you return me the joy of salvation? മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ ഒന്ന് താങ്ങണം. Would you support me with a heart that's ready for you? രാത്രിയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അപ്പനോട് പറയാപ്പാ, എൻ്റെ ലൈഫിൽ നിന്ന് ആ സന്തോഷം പോയിട്ടുണ്ട്. Can you please give it back? If you have lost the joy of salvation in your life, would you say to the Lord, Lord, would you give it back to me? എല്ലാവരും ഒരു പക്ഷെ അങ്ങനെ പറയുന്നുണ്ടാവില്ല. പറയുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. Not everyone might be able to say this out, but if there's even one of you who is willing to be genuine and say that to the Lord will definitely respond. ജീവിതത്തിലെ തിരക്കുകളുടെ ഇടയിലും സമ്മർദ്ദങ്ങൾക്കിടയിലും നഷ്ടപ്പെട്ടു പോയ രക്ഷയുടെ സന്തോഷം, There's this joy of the salvation that you've lost due to the schedules and due to the running around. ആ സന്തോഷം ഒന്ന് തിരികെ തരാൻ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. Can you pray for the Lord to really return you back that kind of joy? നിങ്ങൾക്ക് നിങ്ങളുടെ കൂടപ്പറപ്പിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? Can you pray for your brethren in that manner, please? നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടി, വൈഫിന് വേണ്ടി അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? If you could pray for your sibling, if you could pray for your husband and wife, could ഇന്ന് you please? രാത്രി ഈ വചനം ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു സൗഖ്യവും വിടുതലും ഇതിനകത്തുണ്ട്. Tonight, if it's released, there is definitely a healing in this word. ഒരു മനുഷ്യൻ പോലും നിങ്ങളുടെ തലയിൽ തൊടാതെ ദൈവാത്മാവ് നിങ്ങളെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The Spirit of the Lord can definitely minister to you without even somebody coming and touching. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ മക്കളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Would you be able to surrender and submit yourselves to the Lord? നിങ്ങൾ അറിയുന്നില്ല, നിരാശപ്പെട്ടു പോയ ചിലർ ഇതിനകത്ത് നിൽപ്പുണ്ട്. You might not know there are people who are depressed. ലാസ്റ്റ് ഫേസിലൊക്കെ നിൽക്കുന്ന ചിലർ ഇതിനകത്ത് നിൽപ്പുണ്ട്. There are people who are here in their last phases. ലാസ്റ്റ് ട്രൈക്ക് വേണ്ടി ഒക്കെ നിൽക്കുന്ന ചിലരിനകത്ത് നിൽപ്പുണ്ട്. There are people who are just willing to give the last try. പ്രാർത്ഥിച്ചിട്ട് മടുത്തു എന്ന് തോന്നുന്ന ചിലരിനകത്ത് നിൽപ്പുണ്ട്. There are people who are definitely tired after praying for so long. അങ്ങനെയുള്ള ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. If they are listening to me, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ആ സന്തോഷം നിനക്ക് മടക്കി തരാൻ അവൻ ശക്തനാണ്. the Spirit of the Lord says God is able to give you back that joy. നിരാത്തിൽ അവന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. Can you submit yourself in the presence of the Lord? നിരാത്തിൽ അങ്ങനെ കഴിയുന്ന ഒരല്പസമയങ്ങൾ അധരങ്ങളെ തുറന്ന് കണ്ണുകളെല്ലാം അടഞ്ഞിരിക്കട്ടെ. വേറെ ആരെയും നോക്കണ്ട. ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ പറഞ്ഞ് നിർത്താൻ തുടങ്ങുകയാണ്. നിരാത്തിൽ ഇതിനകത്തൂടെ സാധാരണമായൊരു ദൈവപ്രവൃത്തി അവൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു 1 മിനിറ്റൂടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു. അടുത്തൊരു 1 മിനിറ്റൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ മാറ്റിവെക്കുന്നു. അല്ല, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു നിമിഷം ഇടത്തിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്കൊന്ന് കരയാൻ കഴിയുമെങ്കിൽ, അസാധാരണമായ ദൈവപ്രവൃത്തി ഇതിനകത്ത് സംഭവിച്ചിരിക്കും. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആരെയും വിളിക്കേണ്ട, ആരും വിളിക്കാതെ ഇതിനകത്ത് ആയിരങ്ങൾ കയറും, ആയിരങ്ങൾ ഇതിനകത്ത് കയറും. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത്, ആരും വിളിക്കാതെ ഇവിടോട്ട് വരണേ എന്ന് പറയാതെ ഇതിനകത്ത് ആയിരങ്ങൾ കയറും. ഇന്ന് രാത്രി നിങ്ങൾ ദൈവരാജ്യത്തിന് ഒരു സ്ഥാനം കൊടുത്താൽ, ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റേഷന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റേഷന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റേഷന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവരാജ്യത്തെ ഹോസ്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, അസാധാരണമായ ദൈവപ്രവൃത്തി ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ
സാന്നിധ്യമേ ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ പറഞ്ഞാട്ടെ ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ ഗാനത്തോടൊപ്പം ഇതുപോലൊരു ഭാഗ്യം ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിന്റെ മാറോട് ചേർന്ന് മറ്റൊരു ഭാഗ്യമില്ല. അവന്റെ സന്നിധിയിൽ നിന്ന് കിട്ടുന്ന ഒരു ആശ്വാസം അതിനപ്പുറം എൻ്റെ താതൻ്റെ മാർവിടമേ തിരുമുമ്പിൽ കാഴ്ചവെക്കുക എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുക എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവെക്കുക എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. അവന്റെ സ്നേഹത്തിന്റെ പുതപ്പ് എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ രാത്രി ഞങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ മറ്റൊന്നിനും കഴിയാത്ത ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ സ്വർഗസുഖപീഠം വെടിഞ്ഞു എന്നെ തേടി വന്നവരെ തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് കുഞ്ഞ് എന്തിനു വേണ്ടി അവൻ താണിറങ്ങി വന്നു? തന്നെ നഷ്ടപ്പെട്ടു പോയ നമ്മളെ, താഴ്ത്തിയോനെ ഒരാടിനെ പോലെ തെറ്റിപ്പോയിരുന്ന നമ്മളെ, മുറിവേറ്റ് കിടന്ന നമ്മളെ, ആ കുരുക്കിൽ മുള്ളിന്റെ ഇടയിൽ കിടന്ന നമ്മളെ ഒന്ന് തേടിയെത്താൻ, ഇനി കരയണ്ടെന്ന് പറയാൻ, ഇനി നിരാശപ്പെടണ്ടെന്ന് പറയാൻ, നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടെന്ന് പറയാൻ, നിന്റെ കരത്തിൽ ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് പറയാൻ
അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അങ്ങ് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്റെ തേജസ്സിന്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്കു യോഗ്യനായി. ഇതുപോലൊരു എല്ലാ കരങ്ങളെ സ്വർഗ്ഗത്തേക്ക് ഉയർത്തിയാണ്. നിന്റെ കാര്യത്തിലെ നിമിഷം അവൻ പിടിക്കുക. നമ്മുടെ ഓരോരുത്തരുടെ കാര്യത്തിൽ അവൻ പിടിക്കുക. ഹല്ലേലൂയ. നമ്മളെ അവൻ മിനിസ്റ്റർ ചെയ്യുന്നു. നമ്മളെ അവന്റെ മാറോട് ചേർത്ത് പിടിക്കുന്നു. അവൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നു. അവന്റെ സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയുന്നു. അവന്റെ സന്തോഷം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നു. ഇന്ന് രാത്രി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാമോ? ഇന്ന് രാത്രി ഒന്ന് വിട്ടുകൊടുക്കാൻ കഴിയാമോ? അവന്റെ മാറിലോട്ട് ഒന്ന് ചാരാമോ? എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. രാത്രി ഒരു നിമിഷം കണ്ണുകളെ നടച്ചാണ്. രാത്രിയിൽ അവൻ നമ്മുടെ ഹൃദയത്തോട് പറഞ്ഞത്, ഒരു എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസും യേശു തന്ന സന്തോഷത്തെ എടുത്തു കളയാൻ കഴിയില്ല. അതാ ഇന്ന് രാത്രി നമ്മളോട് പറഞ്ഞത്. കുഞ്ഞെ, എല്ലാ സാഹചര്യവും പ്രതികൂലമാണെന്ന് ഇന്ന് രാത്രി നിനക്ക് തോന്നാം. നിന്റെ കാര്യം പോലും അറിയാൻ ആരുമില്ലെന്ന് നിനക്ക് ഇന്ന് രാത്രി തോന്നിയേക്കാം. മാസങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾക്ക് ഒരു മാറ്റമില്ലെന്ന് തോന്നിയേക്കാം. PR-ന്റെ സ്റ്റാറ്റസ് ഭയങ്കര മോശമായിട്ടായിരിക്കാം നിൽക്കുന്നത്. ഒരു രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നാളുകൾ കഴിഞ്ഞേക്കാം. ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇന്ന് രാത്രി മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകാം. ലൈഫിൽ ഒരു ചേഞ്ച് നീ ആഗ്രഹിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകാം. ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നോട് പറയുന്നത്, ഞാനത് തരത്തില്ലെന്നല്ല, എന്നെ കൊണ്ട് അതിന് കഴിയത്തില്ലെന്നല്ല, എന്നെ കൊണ്ട് അതിന് പറ്റത്തില്ലെന്നല്ല പറയുന്നത്. പക്ഷേ അവൻ ഇന്ന് രാത്രിയിൽ പറയുന്നത്, ഇഫ് യു സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ഫസ്റ്റ്, നീ ദൈവരാജ്യം അന്വേഷിച്ചാൽ, അതിന് പ്രയോറിറ്റി കൊടുത്താൽ, ദൈവരാജ്യത്തിന് വേണ്ടി നീ പ്രയോറിറ്റി കൽപ്പിച്ചാൽ, ഇത് നിന്റെ പുറകെ വന്നിരിക്കും. അതിനെ തൊടാൻ ആർക്കും പറ്റത്തില്ല. ഒരു പൈശാചിക മേഖലകൾക്കും നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു ആഭിചാര ശക്തികൾക്കും നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഒരു ദേശത്തിൻ്റെ അധിപതിയുടെ പോരുകൾക്കും നിന്റെ നന്മയെ നോട്ടം വയ്ക്കുവാൻ കഴിയില്ല. ഇന്ന് രാത്രി ദൈവരാജ്യം നിന്റെ ലൈഫിൽ നീ സ്ഥാപിച്ച ദൈവമാണ് റൂൾ ചെയ്യുന്നത്. അവൻ സകല ഹല്ലേലൂയ അല്ലെ സ്വത്രം സാമ്രാജ്യങ്ങളെ തകർത്തവനാ. സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ മുഴങ്കാൽ ഒക്കെ യേശുവിൻ്റെ നാമത്തിന് മുന്നിൽ ഹല്ലേലൂയ മടങ്ങുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ലൈഫിൽ ദൈവത്തിൻ്റെ ത്രോൺ ഒന്ന് സ്ഥാപിച്ചാൽ, ദൈവത്തിൻ്റെ സിംഹാസനം ഒന്ന് സ്ഥാപിച്ചാൽ, യേശുവിൻ്റെ രാജ്യം ഒന്ന് സ്ഥാപിച്ചാൽ, അസാധാരണമായ മാറ്റം ഈ നിമിഷം മുതൽ ലൈഫിൽ സംഭവിച്ചിരിക്കും. ഇന്ന് രാത്രി മീറ്റിംഗിൽ കയറിയതുപോലെ അല്ല ഇറങ്ങി പോകുന്നത്, വന്നതുപോലെ അല്ല ഭവനത്തിൻ്റെ സാഹചര്യം. തിരികെ പോകുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ജോയ്, നീ ഇതുവരെ അനുഭവിക്കാത്തൊരു ജോയ്, ഇതുവരെ അനുഭവിക്കാത്തൊരു ഹാപ്പിനെസ്, ഇതുവരെ അനുഭവിക്കാത്തൊരു പീസ് ഇന്ന് രാത്രി നമ്മുടെ ലൈഫിൽ അവൻ അയക്കുകയാണ്. ഇനി നീ വിഷമിക്കണ്ട, ഇനി കരയണ്ട, ഇനി നീ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടണ്ട.
ഇനി കാലം കണ്ട, ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറയല്ല, ഇനി ഞാൻ മീറ്റിങ്ങിന് പോകത്തില്ലെന്ന് പറയല്ല. നീ അവന്റെ കാര്യം നോക്കിക്കോ, ഞാൻ നിന്റെ കാര്യം നോക്കിക്കോളാം. രക്ഷയുടെ സന്തോഷം തിരികെ വരട്ടെ, ആത്മാവിലുള്ള സന്തോഷം തിരികെ വരട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല നാഥ, നല്ല നിമിഷത്തിന് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ദൈവാത്മാവിൻ്റെ രാത്രിയിൽ ഞങ്ങളോട് സംസാരിച്ചു. ഇതിനകത്ത് ദൈവം അസാധാരണമായ ശുശ്രൂഷ ചെയ്തു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് കാണാൻ കഴിയാത്ത മേഖലകളിൽ ദൈവാത്മാവ് ചില അസാധാരണ ക്രിയകൾ ചെയ്തതോർത്ത് നന്ദി. ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാ മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കും. എല്ലാ ശുശ്രൂഷകന്മാർ, എല്ലാ ഫാമിലീസ്, എല്ലാ യങ്സ്റ്റേഴ്സ്, എല്ലാ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളെ സമർപ്പിക്കുന്നപ്പോൾ ആരും ഇതിനകത്ത് നിരാശപ്പെട്ട ഇനി നാളുകൾ കഴിപ്പാൻ ഇടയാകരുത്. നാഥ, വചനത്തിൽ കാണുന്നത് പോലെ ഞങ്ങൾ ഒന്നുമില്ല എങ്കിലും ഞങ്ങൾ ഞെരുങ്ങിയിരിക്കുന്നില്ലെന്ന് പൗലോസ് പറഞ്ഞതുപോലെ അപ്പ നിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന നാഥ, ആ മഹത്വം ഒന്ന് റിലീസ് ചെയ്യുവാനുള്ള കൃപ അങ്ങയുടെ മക്കളുടെ മേലെ അങ്ങ് പകരണമേ നാഥ. നാളുകളായി പരയുന്ന ഇതിനകത്ത് പലരുണ്ടപ്പ. ഈ മാസം, ഈ ജൂലൈ മാസം അപ്പ അസാധാരണമായ ടെസ്റ്റിമണികൾ ഇതിനകത്തൊന്ന് എഴുന്നേറ്റ് വരട്ടെ അപ്പ. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും PR കിട്ടിയില്ലെന്ന് പറഞ്ഞ ചിലർ ഈ മാസം ഒരു ടെസ്റ്റിമണി പറയട്ടെ അപ്പ. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഒരു ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞ ചിലർ ഇതിനകത്ത് നാഥ ഈ മാസം ടെസ്റ്റിമണി പറയുന്നതോർത്ത് നന്ദി പറയുന്നു. ചില ഡോഴ്സ് ഇന്ന് രാത്രിയിൽ ചിലർക്ക് വേണ്ടി ഓപ്പൺ ആയതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നാഥ. വിശ്വാസ കണ്ണുകളാൽ ഞങ്ങൾ ഇന്ന് കണ്ട് ഞങ്ങൾ അത് പ്രഖ്യാപിക്കുന്നു. ഇന്ന് രാത്രിയിൽ ചിലർക്ക് വേണ്ടി ഡോറുകൾ ഓപ്പൺ ആയി വരട്ടെ. ഇന്ന് രാത്രിയിൽ അസാധാരണമായ വഴികൾ തുറന്നു വരട്ടെ. അസാധാരണമായ രീതിയിൽ പേപ്പറുകൾ ചലിക്കട്ടെ. ചില ഇൻവിറ്റേഷൻസ് ചില കുടുംബങ്ങളിൽ വരട്ടെ. അപ്പാ, ആ ജോയ് ഞങ്ങളുടെ ഉള്ളിൽ നിലനിർത്തണേ. ഞങ്ങളുടെ സഭയ്ക്കകത്ത് അസാധാരണമായൊരു ജോയ് നിറഞ്ഞു നിൽക്കട്ടെ. ഈ ഡോറ് കടന്ന് ഇതിനകത്ത് കയറുമ്പോൾ അസാധാരണമായൊരു ജോയ് അതകത്തുനിന്ന് ഞങ്ങൾ അനുഭവിക്കട്ടെ എന്നതോ. എക്സ്റ്റേണലി ഞങ്ങൾ ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ ആന്തരംഗത്തിൽ ദൈവാത്മാവ് തൊട്ടതോർത്ത് നന്ദി പറയുന്നപ്പാ. ഒരിക്കൽ കൂടി വചനം കേട്ട മക്കളെ ഞങ്ങളുടെ കരങ്ങളെ സമർപ്പിക്കും. കർത്തൃദാസന്മാരെ, മക്കളെ എല്ലാം ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന നാഥ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഈ ഒരാഴ്ച ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആക്കണേ അപ്പ. ഇവരുടെ കരം വയ്ക്കുന്നിടം സകലം അനുഗ്രഹിക്കപ്പെടണം അപ്പ. ജോലി ഒരു അനുഗ്രഹമാകട്ടെ അപ്പ. ഇവരിവിടൊക്കെ എത്തുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, അവരിലൊക്കെ ആ ജോയി നിറയട്ടെ അപ്പ. ഞങ്ങളുടെ ഫേസിനി നിരാശപ്പെട്ടിരിക്കേണ്ട. ഞങ്ങളെ കാണുന്നവർ ചോദിക്കട്ടെ, ഈ സഭയിലുള്ള ആളുകളെ കാണുന്നവർ ചോദിക്കട്ടെ, എന്താണ് നിന്റെ മുഖത്തൊരു മാറ്റം, എന്തു മാറ്റമാണ് നിന്റെ ലൈഫിൽ സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങളുമായി ഈ ആഴ്ച ഇവർ സന്തോഷം അനുഭവിക്കട്ടെ എന്നതാണ്. ഇടമക്കളെ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ